Praise the Lord. Praise God. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. Thank and praise the mighty name of our Lord and Savior. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. And I praise God for this wonderful opportunity that God has given us to be in the presence of God. വിശുദ്ധന്മാരുടെ പ്രത്യാശയും സഭയുടെ കാന്തനും നമ്മുടെ രക്ഷകനുമാകുന്ന കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ആയുസ്സിൽ ലഭിക്കുന്ന എല്ലാ ആരാധനാ ദിവസങ്ങളും വിലപ്പെട്ടതാണ്. It is every opportunity that we get to worship our Lord, who is our master, who is our groom, that is a precious opportunity. ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളും ധന്യരാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. And all of us who have found this opportunity to serve the Lord and worship God, we are favored by the Lord. ഈ പ്രഭാതത്തിൽ ആരാധനയിലായിരിക്കുന്ന ബഹുമാന്യരും വിലപ്പെട്ടവരുമായ കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the wonderful saints of God, ministers of God who are before us. പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ നേതൃത്വം നൽകുന്ന ഒട്ടും അതിശോക്തിയില്ല ക്രിസ്തുവിൽ ഞാൻ എൻ്റെ ഒരു പിതാവിനെ പോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ VP അബ്രഹാം പാസ്റ്റർ കുടുംബം. അപ്പോൾ തന്നെ മലങ്കരയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചി വൈദ്യൻ പാസ്റ്റർ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ വന്ദനം ചെയ്യട്ടെ. I want to bring my special greetings to Pastor VP Abraham, who is leading the church in a godly way and who is also a spiritual father to me. And I also want to bring my greetings to Pastor Koshi Vaidyan, who has been serving the Lord for a long time, and every other minister of God. കർത്താവിൻ്റെ ദാസൻ കൊച്ചി വൈദ്യൻ പാസ്റ്റർ ബ്രദറിൻ്റെ മകൾ UK-യിലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷാരോൻ്റെ കോൺഫറൻസിന് പ്രസംഗിക്കാൻ ചെന്നപ്പം പാസ്റ്റർ സാങ്കുട്ടി പാപ്പച്ചനോട് കുടുംബത്തോട് ഒരുമിച്ച് ഒരാഴ്ച അവിടെ താമസിച്ചു. അപ്പോഴാണ് ആ പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ ദൈവസ്നേഹം ദൈവസഭകളോടും കർത്തദാസന്മാരോടുമുള്ള അവരുടെ ആത്മാർത്ഥതയൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ആ നിലകളിലുള്ള ബന്ധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. While I was in UK, I was able to meet dear pastor's brother, sister, daughter over there, and also spend time with the dear family, and I got to enjoy the love of God in their life and showed how genuine they are towards all people. ഈ സഭയിലുള്ള പല പ്രിയപ്പെട്ടവരും എനിക്ക് വളരെ പ്രിയരാണ്. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട അജയെ ഓർക്കുന്നു. അജയുടെ മാതാവ് പ്രിയ മിനി ചേച്ചി, അതോടൊപ്പം തന്നെ അജയുടെ വൈഫ് പ്രിയ അജയുടെ വൈഫിൻ്റെ അജയുടെ ഫാദറിലോ പ്രിയ ജോസായന്, ഒപ്പം തന്നെ ഗ്രാൻഡ് ഫാദർ, അങ്ങനെ പ്രിയ സായിച്ചായൻ നിമ്മി ചേച്ചി, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. Also praise God for brother Ajay and his family and his parents over here and his in-laws, and thank God for that dear family. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ. May God bless us all together. ഇന്ന് പകൽ ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശക്തമായി ദൈവം ഇടപെട്ട ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. When I was here praying for the church, there's a words that came to my mind and I want to bring to you this morning. പ്രാരംഭത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം 84-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യമാണ്. Psalm 84 verse 3 and 4. ആ വാക്യം നമുക്ക് വളരെ പരിചിതമാണല്ലോ. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈനികരുടെ യഹോവേ, അങ്ങയുടെ യാഗപീഠങ്ങളെ തന്നെ. അടുത്ത വാക്യം, അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങേ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. It says, even the sparrow has found a home and the swallow a nest for herself, where she may have her young, a place near your altar, Lord Almighty, my King and my God. Blessed are those who dwell in your house, they are ever praising you. ആ 4-ാമത്തെ വാക്യം എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരങ്ങേ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാൻ പറ്റുമോ? ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഈ ഭാഗ്യനിർഭാഗ്യങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live in a world where people often judge between those who are fortunate and unfortunate. ഒരു കാര്യം സത്യമാണ്, ഇപ്പം ഭാഗ്യമാണെന്ന് പറയുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറുന്ന
അതിന് സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live in a world which is truism that often what we perceive as a fortunate situation can turn out to be an unfortunate one later on. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിൽ ഈ ദിവസങ്ങളിൽ വല്ലാതെ പ്രകൃതി ദുരന്തങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. The state that we come from, the state of Kerala, we have seen a lot of natural disasters happening recently. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി ചുരുക്കം മണിക്കൂറുകളെ ഉറങ്ങിയുള്ളൂ. അതിന് കാരണമുണ്ട്. Last night I could only sleep for a very few hours. ഞാൻ ജന്മം കൊണ്ട് റാന്നിക്കാരനാണേലും വീട് വെച്ച് താമസിക്കുന്നത് തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂരാണ്. Even though by birth I am from Rani, but I have settled down in the place of Tiruvalla. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വെള്ളം കയറി കിടക്കുക, മുട്ടറ്റം വെള്ളമുണ്ട്. അതിങ്ങനെ കയറി വന്നുകൊണ്ട് ഞാൻ ഇല്ലാത്ത ഒരു വെള്ളപ്പൊക്കം ആദ്യമായിട്ടാണ് 15 വർഷത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ വളരെ അസ്വസ്ഥനാകുവാനിടയായി തീർന്നു. And our whole area and our house is flooded and waters have risen up to our knees, and it's the first time that I'm not there where the flood have come. പപ്പയും മമ്മിയും വൈഫും കുഞ്ഞുങ്ങളും എല്ലാം മേളത്തെ നിലയിലായിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകമായിട്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. And they are all my family, my parents, my wife, they are all caught in the flood situation. Please remember them in your prayers. അത് പറയാനല്ല ഞാൻ വന്നത്. ഈ ആഴ്ച നമ്മൾ കണ്ട ഒരു സംഭവമുണ്ട്. But there is one more incident that happened this week. ഈരാറ്റുപേട്ടയ്ക്കടുത്ത somewhere in Kerala. 2 പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 people passed away from this earth. ഒരമ്മയും മോനുമാ. A mother and a son. ആ മോന് കഴിഞ്ഞ ആഴ്ച ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. And there was a bike accident that took place. ആ മോൻ മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. കാലൊടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. And the son escaped from that bike accident and he had plastered leg and he was resting at home. പക്ഷേ കഴിഞ്ഞ രാത്രി വന്ന ഉരുൾപൊട്ടലിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി. But then because of the flood he died. അപകടത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാ. പക്ഷേ ഈ ആഴ്ച മറ്റൊരു അപകടം അവനെ കൊണ്ടുപോയി. The week before he was saved from a great disaster, but the very next week he passed away. വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. Another incident took അടുത്ത place. സമയത്ത് പത്രത്തിൽ വായിച്ച ഒരു കാര്യം അത്. കേരള ഗവൺമെന്റിന്റെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 1ാമത്തെ സമ്മാനം ഒരു മനുഷ്യന് ലഭിച്ചു. In the state of Kerala there was a lottery and someone won the lottery. ആ മനുഷ്യൻ ആ ടിക്കറ്റ് മാറാനായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡന്റ് മരിച്ചു. And when the man went to the bank, as he was going to the bank to change the lottery ticket for the prize money, he was met with an accident. ഞാൻ രാവിലെ ദുരന്തം പറയാമെന്ന് നിൽക്കുകയല്ല. I'm not here to mention all the accidents. ഇതാ ലോകം. But this is the world we live in. ഇപ്പം ഭാഗ്യമാണെന്ന് പറയുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ And ജീവിക്കുന്നത്. we live in a world where we perceive things as fortunate may turn out to be unfortunate situations later on. പക്ഷെ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയാണേ. But this is what the psalmist says. മണിക്കൂറുകൾ എത്ര മാറിയാലും, ദിവസങ്ങൾ എത്ര കടന്നുപോയാലും, ആഴ്ചകൾ എത്ര കടന്നുപോയാലും, മാസങ്ങൾ എത്ര കൊഴിഞ്ഞു പോയാലും, ആണ്ടുകൾ എത്ര മാറിപ്പോയാലും മാറാത്ത ഒരു ഭാഗ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതാ കർത്താവിനെ സേവിക്കുന്നത്. The psalmist says, even though the days, the weeks, the months, the years may pass, but there is an unchanging fortune, there is an unchanging blessedness. It is that we get to serve the Lord and dwell in His presence. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കണ്ടുമുട്ടിയതാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഈ ആലയത്തിൽ ഇരിപ്പുണ്ട്? How many of us can say the greatest fortune of my life is that I met the Lord and I get to worship Him? കർത്താവിനെ കണ്ടതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ആലയത്തിൽ നിങ്ങൾ മൗനമായിരിക്കരുത്. ഈ ആലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. And if you're fortunate enough to know the Lord and if you consider Him the highest blessing of your life, praise Him and glorifying Him as you are seated over here. ഇന്ന് പകൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുകയല്ല. We are not here to merely listen to a sermon. ഇത് ആരാധനാ യോഗവാ. It is a worship service. ഇന്ന് പകൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് 2 കാര്യങ്ങൾ ഓർത്താ. And today we remember 2 things as we worship the Lord. ഇസ്രായേൽ ദൈവത്തെ ആരാധിച്ചതിന്റെ 1ാമത്തെ കാരണം ദൈവം അവരെ നടത്തിയ വിധങ്ങൾ ഓർത്ത് അവർ ദൈവത്തെ ആരാധിച്ചത്. Israel remembered the ways in which the Lord led them and they praised the Lord. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കണമെങ്കിൽ ഇരുന്നേച്ച് മുന്നോട്ട് നോക്കുന്നതിന് മുമ്പ് ഇരുന്നേച്ചൊന്ന് പുറമോട്ട് നോക്കുവാൻ തയ്യാറാകണം. In order to remember how God led us, as we look forward, we also need to look behind and see how God has brought us so far. എവിടെ നിന്ന് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത്? Where did we begin when we started worshiping the Lord? എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. The many miracles that God did for us. ഇന്ന് പകൽ വരെ എന്റെ
എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെല്ലാം അത്ഭുതങ്ങളാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of us can say that God has led me miraculously all throughout my life? സ്തോത്രം. Amen. ഇന്നലെ എന്നെ കൊണ്ട് സഹായിച്ചാനൊക്കെ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. Yesterday, Saji brother took me out for lunch and asked me if I have come here before. ഞാൻ പറഞ്ഞു, നാലാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. And I told him I'm coming here for the 4th time. ഡാളസിൽ എവിടാ ചെല്ലാത്തെ? And the many places I've been in Dallas. എന്നോട് ഒരു 10 സ്ഥലം ചോദിച്ചാൽ സ്പോട്ടിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. If you ask me 10 different spots, I've been there. എന്നാ കാര്യം? Why? ഗസ്റ്റ് ആയോണ്ടാ. Because I'm a guest. അത് തന്നെ അതിന്റെ കാരണം. That's the reason. ഗസ്റ്റിന് കിട്ടുന്നതെല്ലാം ഭയങ്കര സംഭവങ്ങളാ. Whatever the guest receives is great favor. ഫുഡ് കഴിക്കണമെന്നുണ്ട് എൻ്റെ കൂടെ പോന്നാ മതി. ഈ ഒരാഴ്ച കൂടെ ഉണ്ട് ഞാൻ ഈ അമേരിക്കയില്. And if you want to have good food, just travel with me. I'm here for 1 more week. ഈ പിള്ളേർക്ക് കിട്ടിയത് മുഴുവൻ എന്തെല്ലാം സാധനം, സ്റ്റേക്ക്, ജപ്പാൻ്റേത്, പിന്നെ എല്ലാം ഞാൻ രാവിലെ പറഞ്ഞില്ല, നിങ്ങൾ ഉപവാസമല്ലേ, അതുകൊണ്ട് വെറുതെ എന്തിനാ ഇതെല്ലാം കഴിക്കുമ്പം പിള്ളേരപ്പച്ചന്മാരോട് പറയാം, അപ്പച്ചൻ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട കപ്പയെ കാട്ടി, കാച്ചിലിനെ കാട്ടി, ചെമ്പിനെ കാട്ടിലൊക്കെ നല്ല സൂപ്പർ സാധനം ഇത്. അപ്പം അപ്പച്ചൻ പറയാം, മക്കളെ ഇവിടെ നമ്മൾ ഗസ്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. So of the many delicacies and cuisines that I've tried, I don't want to mention them because you are fasting. And if you would say, Apacha, I have tried so many better things than the tapioca and the yuccas of Kerala, Apacha would say it's because you are a guest. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, But when you eat this, please remember, ഇതല്ല നമ്മുടെ നാട്, this is not our land. ഇതല്ല നമ്മുടെ വീട്, This is not our house. ഇതിനപ്പുറത്തൊരു വീട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. There is a home beyond this place. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്? How many of us are hopeful about that land? 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച ഭൂമി ഇത്ര സുന്ദരമാണെങ്കിൽ 2000 കൊല്ലം കൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വീട് എത്ര മനോഹരമാ പ്രിയപ്പെട്ടവരെ. If the earth that was created in 6 days is this beautiful, how beautiful it would be the house that God has been preparing for his people for the past 2000 years. എനിക്കറിയാം ഈ ദൈവദാസന്മാരൊക്കെ വളരെ സയന്റിഫിക്കലായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരാ. I know men of God would speak very scientifically. ദൈവത്തിന്റെ ഒരു വാക്ക് ഉളവാകട്ടെന്നൊരു വാക്ക് വായിൽ നിന്ന് വന്നപ്പോൾ, When God's one word, be created, came out of his mouth, എന്തെല്ലാമായി ഈ പ്രപഞ്ചത്തിലുണ്ടായത്. everything came into existence in ഈ the world. പ്രപഞ്ചത്തിന്റെ വലിപ്പമൊന്നും ആരും ഇതുവരെ കണക്ക് കൂട്ടിയിട്ടില്ല. We are not able to calculate how big the universe is. ഓരോ ദിവസവും ഇതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയെന്നാ പറയുന്നത്. And it says that every day the universe is expanding. ശാസ്ത്രം പറയുന്നത് ഇപ്പൊ ഇതിന്റെ വലിപ്പം 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണെന്നാ പറയുന്നത്. Science says that the length of the universe would be 93 billion light years. അങ്ങനാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൂര്യനാ. And in our eyes, the closest star is the sun. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 9.5 കോടി മൈലാ. 9.5 കോടി മൈല്. And it is about 95 million miles from the earth. ഈ സൂര്യന്റെ വലിപ്പം നിങ്ങൾക്കറിയോ? 8,64,000 മൈൽ വ്യാസത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്നതാ സൂര്യൻ. And it is a very big and a very hot star. തൊട്ടപ്പുറത്ത് ചന്ദ്രൻ നിപ്പുണ്ട്. 3,474 മൈൽ വ്യാസമുള്ള ചന്ദ്രൻ. And a very far distance, we also see the moon standing. എണ്ണമറ്റ നക്ഷത്രങ്ങൾ. And also innumerable stars. മിൽക്കി വേ, ഗാലക്സികൾ. The different galaxies. 1.6 ദശലക്ഷം ഫംഗസുകൾ. And the different things that are out there. 10,000 ഉറുമ്പുകൾ, 10,000 ടൈപ്പ് ഉറുമ്പുകൾ. 10,000 different species of ants. 10,000 പക്ഷികൾ. And 10,000 different species of birds. 3,00,000 4,00,000 പൂച്ചെടികൾ. And different 300 to 400,000 different species of plants. 4,000 5,000 പ്രസവിക്കുന്ന ജീവികൾ. And about 4,000, 5,000 mammals. ഞാനിങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയാം, കേരളത്തിൽ ഇതാ എൻ്റെ പണി. ദൈവത്തിന് സ്തോത്രം. ഇതിനെ എല്ലാം ഒറ്റ വാക്കുകൊണ്ടാണ് ഉണ്ടാക്കിയത്. Why am I mentioning this? Because God created all this by his word. അയ്യോ, ഞാൻ ഇന്ന് പകല് പ്രസംഗിക്കുന്നത് 5-6 പേര് കൂടി എന്തേലും ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി എവിടെയും കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു അപ്പൂപ്പൻ ദൈവത്തെ അല്ല, ഉളവാകട്ടെന്ന വാക്കിനകത്ത് മഹാപ്രപഞ്ചത്തെ ഉളവാക്കിയ മഹാദൈവം. I'm not simply worshiping someone who created something and is sitting in a corner like an old man. No, I am worshiping someone who is the almighty sovereign God who brought everything by his will and his word. ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നത് അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അക്കരെ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക If പ്രിയപ്പെട്ടവരെ. you see worshiping this
തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ ജീവനുള്ള സത്യ ദൈവത്തെ സേവിപ്പാനും. And Paul says in the letter to Thessalonians that we are able to serve a God who is alive. ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കണ്ടുമുട്ടിയതാ. The greatest fortune of our life is that we met God. എത്ര പേർ അതിനോട് യോജിക്കുന്നുണ്ട്? How many of us agree to this? എത്ര പേർക്ക് അതിന് ഉറപ്പുണ്ട്? How many of us know that this is true? അച്ചായൻ മുമ്പേ പറഞ്ഞതുപോലെ റാന്നിയിലെ ഒരു ഓണം കേറാമൂലയില്, As Pastor reminded earlier, somewhere in a forgotten corner of Rani, അതിനെക്കാട്ടിൽ ഒരു കുടിയേറ്റ കുടുംബത്തില്, and also a house that moved from somewhere else. അച്ഛാ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവില്ലാത്തവര്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. And a house that would be drunk and all kinds of different things. ലൈവ് ഒന്നും ഇല്ലാത്തോണ്ട് പറയാം, എന്റെ അമ്മാച്ചന്മാരൊക്കെ റാന്നിയിലെ ഒന്നാം തരം കുടിയന്മാരായിരുന്നു. And my uncles used to be drunkards in the land. എന്റെ വല്യമ്മയുടെ ചേടത്തിലെ മക്കളെയാ റാന്നിയിലെ 3 ബാർ, മഹാറാണി, യുവറാണി, റാന്നി ഗേറ്റ്. എന്റെ കർത്താവ് ഇങ്ങനൊരു ദൈവത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ. And my family owns different bars over there. If I had not met this God. ഭാഗ്യമല്ലേ കർത്താവിനെ സ്തുതിക്കുന്നത്? It is our blessedness that we get to worship the Lord. ഉറപ്പുണ്ട് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്? How many of us can say that worshiping God is the greatest thing of my life? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ഇവിടെ മൗനമായി ഇരിക്കരുത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നോണോ? How many of us can say God is the greatest blessing of my life? യെസ്. Amen. ആരാ പറയുന്നത് ദൈവത്തെ സേവിക്കുന്നത് ഭാഗ്യാന്ന്? Who can say that serving the Lord is a blessing for me? നമ്മളെല്ലാരും പറഞ്ഞു. We all said it. നമ്മൾ പറഞ്ഞ നമ്മുടെ അഭിപ്രായമല്ല. But what we said is not merely our opinion. ഒരാൾ എഴുതിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. It is a writing that someone wrote for us. ആരാ ഈ സങ്കീർത്തനം എഴുതിയത്? Who wrote the psalm? അതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ടല്ലേ, സംഗീത പ്രമാണിക്ക് പറ, ഗത്യരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. The title says, for the director of music according to Gittith of the sons of Korah, a psalm. ഗത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. Geth is the name of a place. ആ സ്ഥലത്തെ പാട്ടിന്റെ താളമാണ് ഗത്യരാഗം. And the rhythm that is given from that place is called the Gittith rhythm. കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക തരം താളത്തിൽ പാടുന്ന പാട്ടാണ് ഗത്യരാഗം. Just like we heard Carnatic music, in a similar way, a different rhythm has been given to this psalm. ഈ ഗത്യരാഗത്തിൽ പാട്ട് പാടിയിരിക്കുന്നത് ആരാ? And who has sung the song in the rhythm of Gittith? കോരപുത്രന്മാരാ. They are the sons of Korah. ഈ കോരപുത്രന്മാരാരാ? And who are the sons of Korah? കോരപുത്രന്മാരാരാ? അതിപ്പോ നിങ്ങൾ വന്നിട്ട് വേണം അറിയാനായിട്ട്. രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്നുവെച്ച് ഡാളസിലെ ഏജിയിലെ ദൈവത്തിനോട് കോരപുത്രന്മാരാരാന്ന് അവർ പറയാ, കോരവിന്റെ മക്കളാ കോരപുത്രന്മാരെന്നേ. അച്ഛാ ഇത് തിരുവല്ലയിലിരുന്നാൽ എനിക്കും അറിയാൻ പറ്റുന്ന കാര്യമല്ലേ? If I were to ask you who are the sons of Korah, you would say they are the children of the man Korah. That is not the answer that I'm looking for. I know that. ഞാൻ ചോദിച്ച അവരുടെ പേരെന്താന്ന് പറയാമെന്ന്. I'm asking you, do you know their names? കോരവിന്റെ പുത്രന്മാർ ചിലർ ഇരിപ്പുണ്ട്, അവരുടെ പേര് പോലും പറയാത്ത. When I'm looking at you, I feel that you don't even know your name. ഒന്ന് വായിച്ചു നോക്കിക്കേ, അവരുടെ പേരെന്താണെന്ന് വായിച്ചു നോക്കിക്കേ. ഏതായാലും Exodus 6:24. യെസ്, പുറപ്പാട് 6:24. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസ, ഇവ കോരഹിയ കുലം. 6:24 says the sons of Korah were Asir, Elkanah, and Abiasaph. ആരൊക്കെയാ? ഒന്ന് ഉറക്ക പറയുന്നേ. അയ്യോ, ഇങ്ങനെയാണ് ഉറക്ക പറയുന്നത്. പണ്ട് ആരാണ്ട് പറഞ്ഞാല് മൗനം വിദ്വാനുഭൂഷണം, അതിമൗനം ഭ്രാന്തിന്റെ. ചിലർ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ഉറക്കുന്നത് ഞങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. ഒന്ന് ഉറക്ക പറഞ്ഞു. ആരൊക്കെയാ കോരഹിന്റെ പുത്രന്മാര്? അസൂര്, അതങ്ങ് പഠിക്കും. ഒന്നുകൂടെ ഉറക്ക പറഞ്ഞാൽ അതങ്ങ് പഠിക്കും. അസൂര്, എൽക്കാന, Abiasaph. നമ്മുടെ സഭ ദൈവാസന്മാരും മാറി മാറി ഇവരെഴുതിയ പല സങ്കീർത്തനങ്ങളും വായിക്കാറുണ്ട്. And our ministers would minister from different psalms that has been written. ഏതെങ്കിലും സങ്കീർത്തനത്തിനകത്ത് അസൂർ എഴുതിയ സങ്കീർത്തനമെന്നോ, എൽക്കാന എഴുതിയ സങ്കീർത്തനമെന്നോ, അബിയാസാവ് എഴുതിയ സങ്കീർത്തനമെന്നോ എല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Have you read a psalm where it says this psalm was written by Asir or Elkanah or Abiasaph? ഇല്ല. എല്ലാ സങ്കീർത്തനത്തിനകത്തും ഒറ്റ നിക്നെയിമാണ്. ഏതാ? കോരപുത്രന്മാരുടെ സങ്കീർത്തനം.
But every psalm has a common title, which is it's written by the sons of Korah. അപ്പൊ ഇവരാരാന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ അപ്പനായ കോരഹാരാന്ന് മനസ്സിലാക്കണം. So in order to know them, we need to know who their father Korah was. ആ ജീനിയോളജി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ചിന്തിക്കാം. And we want to look into that genealogy for some time. കോരഹാരാന്ന് ചോദ്യത്തിന് ഉത്തരം സംഖ്യാപുസ്തകം 16 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And to the answer to the question, who is Korah, we see it in Numbers 16:1. സംഖ്യ 16ന്റെ 1 വായിക്കുമ്പോൾ യെസ് അപ്പൊ കോരഹാരാന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. Korah, son of Izhar, the son of Kohath, the son of Levi. ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച്. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ബൈഹാട്ടാവുക. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. Korah, son of Izhar. ഇപ്പൊ ഓക്കെ ആയി. ഒന്നുകൂടെ പുറകിരിക്കുന്നവർ പറഞ്ഞാൽ നിങ്ങൾ റെഡിയാവും. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ son of Izhar, Korah. അപ്പൊ കോരഹാരാന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. So now you know who Korah is. ഞാൻ ഈ വംശാവലിയിലെ ചെറിയൊരു വ്യത്യാസം വരുത്താൻ പോവാം. And I want to bring in a subtle difference in the genealogy. ഇപ്പൊ നമ്മൾ വായിച്ചത് ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. Now we read son of Levi, son of Kohath, the son of Izhar, Korah. ഞാൻ ഇനി പറയാൻ പോകുന്നത് ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ അമ്രാമിന്റെ മകൻ എന്ന് പറഞ്ഞ ആര് വരും? But if I say son of Levi, son of Kohath, son of Imram, who would that be? ആകെപ്പാടെ കൺഫ്യൂഷനായി. ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് 6:18, പുറപ്പാട് 6:20, പുറപ്പാട് 6:18, പുറപ്പാട് 6:20. ആ ആ ആ ആ 20-ാം വാക്യം. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായി യോക്കേബെദിനെ വിവാഹം കഴിച്ചു. അവളവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. ഇനി ഞാൻ പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഇനിയും ബൈബിൾ നോക്കണ്ട. കാര്യം ആദ്യമായിട്ടൊക്കെ കാണുവാനുണ്ട് ഒരു ആവേശം കൂടും ഇതിൻ്റെ താഴെ മേളിലും എന്താ കിടക്കുന്നെന്ന് അറിയാനായിട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പറയാം, ശ്രദ്ധിച്ചാൽ. Now please look at me. If you might be a little excited looking at the genealogy, please look at me. ലേവി എന്ന് പറയുന്ന മനുഷ്യൻ, Levi the man, അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് കെഹാത്ത് അല്ലേ? his son's name was Kohath. കെഹാത്തിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. So Kohath had 4 sons. അവരുടെ പേരാണ് പുറപ്പാട് 6:18 എഴുതിയിരിക്കുന്നത്. And their names are mentioned in Exodus 6:18. കെഹാത്തിന്റെ പുത്രന്മാർ, The sons of Kohath, മൂത്തവന്റെ പേര് അസൂര്. Amram. കെഹാത്തിന് 6:18 വാക്യം. യെസ്, അമ്രാം, ഇസ്സഹാർ, ഹെബ്രോൻ, ഉസ്സിയേൽ അല്ലേ? അപ്പൊ കെഹാത്തിന്റെ മൂത്ത മകന്റെ പേര് അമ്രാം എന്നാണ്. The oldest son's name was Amram. അമ്രാമിന്റെ മക്കളാണ് ആരൊക്കെ? അഹരോനും മോശയും. And Amram's children were Aaron and Hosher. അമ്രാമിന്റെ നേരെ അനിയന്റെ പേര് Moses. ഇസ്സഹാർ എന്നാണ്. And his next brother is Izhar. ഇസ്സഹാരിന്റെ മോന്റെ പേരെന്താ? കോരഹ് എന്നാണ്. And the son of Izhar was Korah. നമ്മൾ സംഖ്യ 16:1 അങ്ങനെയല്ലേ വായിച്ചേ? ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. And that's what we read in Numbers. ഇസ്സഹാരിന്റെ ചേട്ടന്റെ പേര് അമ്രാം. അമ്രാമിന്റെ മക്കളുടെ പേര് അഹരോനും മോശി. ഹലോ ഹലോ, Amram's children were Aaron and Moses. കൺഫ്യൂസ്ഡ് ആയോ? Are you confused? ഇല്ല. യെസ്, അമ്രാമിന്റെ മക്കളാണ് അഹരോനും മോശയും. അമ്രാമിന്റെ അനിയന്റെ പേര് ഇസ്സഹാര്. ഇസ്സഹാരിന്റെ മോന്റെ പേര് കോരഹ്. കോരഹ്. Amram's children were Aaron and Moses. Amram's brother is Izhar, and Izhar's son is Korah. ഞാൻ ഇച്ചിരി കൂടെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയാ. I'm mentioning this so that you won't forget. അപ്പം അമ്രാമിന്റെ അനിയൻ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ കോരഹാരായിരിക്കും. So who is Korah according to the relationship? സിമ്പിളായിട്ട് പറയാം, മോശയുടെ അപ്പനായ അമ്രാമിന്റെ അനിയനായ ഇസ്സഹാരിന്റെ മകനാണ് കോരഹ്. So the relationship between Moses and Korah is Moses, whose father is Amram. Amram's brother is Izhar, whose son is Korah. ഈ ഒരു പാതി സമാധാനമായി.
അത് തന്നെ അതാ ഈ ഉദ്ദേശിമാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ പണ്ടോർത്ത മഹോദ്രകാലത്തുനിന്ന് വന്ന മനുഷ്യനാ കോര എന്ന. യഥാർത്ഥത്തിൽ ആരാ കോര? മോശയുടെ അപ്പൻ്റെ അനിയൻ്റെ മോൻ. അപ്പൻ്റെ അനിയൻ്റെ മോന് അത് തന്നെ. റാന്നിയിൽ അപ്പൻ്റെ മോനെന്നാ പറയുന്നത്. തൃശ്ശൂർ ചെറിയച്ഛൻ്റെ മോനെന്ന് പറയും. തിരുവനന്തപുരത്താണ് കൊച്ചച്ഛൻ്റെ മോനെന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് കസിൻ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ മോശയുടെ ഫസ്റ്റ് കസിനാണ് ആര്? കോര. Korah is Moses' first cousin. പക്ഷെ മോശയുടെ പേര് എഴുതിയിരിക്കുന്ന പോലാണോ കോരഹിന്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? But is it the same way that both their names are mentioned? കോരഹിന്റെ പേര് ഏത് ഗണത്തിൽ വരുന്നതാണെന്ന് ഒന്ന് വായിച്ചു നോക്കിക്കേ. സംഖ്യ 26:10 ഭൂമി വായി തുറന്ന് അവരെയും തീ 250 പേരെയും ദഹിപ്പിച്ച സമയം ആ കൂട്ടം മരിച്ചു. അടുത്ത വാക്യം എഴുതിയിരിക്കുക, അവർ ഒരു അടയാളമായി തീർന്നു. And we read that in Numbers where the earth split and swallowed them up, and it became a sign for all Israel. They became a sign. പെന്തിക്കോസ്തിൽ 2 കൂട്ടരുണ്ട്. We see 2 groups in Pentecost. ഒരു കൂട്ടരെ ദൈവം എന്താക്കി വെച്ചിരിക്കുക? അനുഗ്രഹമാക്കി വെച്ചിരിക്കുക. One group has been set as blessing. മറ്റൊരു കൂട്ടരെ ദൈവം എന്താക്കി വെച്ചിരിക്കുക? അടയാളമാക്കി വെച്ചിരിക്കുക. And the other group has been set by God as a sign. ഞാൻ ഇന്ന് പകൽ ഉറപ്പായിട്ടും വിശ്വസിക്കുക. And this morning I truly believe ഡാളസിലെ AG ചർച്ചിലെ ദൈവമക്കൾ എല്ലാവരും അനുഗ്രഹങ്ങളാണ്. that every believer of AG Dallas is a blessing. അല്ലേ? ഉറപ്പാ. എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഉച്ച കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവല്ലോ, പിന്നെ നിങ്ങളെ കാണത്തേ ഇല്ലല്ലോ. I have no problem in mentioning that because I'll be gone in a couple of hours and I won't see you. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം. But you need to ask yourself a നിങ്ങളുടെ question. മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം, You need to ask your conscience a എന്നെ question. ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഞാനൊരു അടയാളമാണോ അതോ ഞാനൊരു അനുഗ്രഹമാണോ? In the place that God has set me, am I a blessing or a sign? ഒരു കാര്യം ഈ ആരാധനയിൽ ഉറച്ചു തീരുമാനിക്കണം, എന്റെ ക്രിസ്ത്യ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു അടയാളമായിട്ട് അവസാനിക്കേണ്ട, എനിക്കൊരു അനുഗ്രഹമായി മാറണം. But one thing we all need to be careful of is that when I finish my life, I don't want to be merely a sign, but I want to be a blessing before the Lord. Yes, hallelujah. യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ അടയാളമായി മാറി 6 പേരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. When we study the letter of Jude, we see 6 people who ended their life as a sign. 5-ാം വാക്യം മുതൽ പറഞ്ഞു വരിക, നിങ്ങളെല്ലാം അറിഞ്ഞവരാണെങ്കിലും നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. And he says, because you know this, I want to remind you one more time. മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ട ജനമെല്ലാം അടയാളമായി മാറി. The people who traveled from Egypt became a sign. ദൂതന്മാർ അടയാളമായി മാറി. Angels became a sign. സോദോം ഗോമോറ അടയാളമായി മാറി. Sodom and Gomorrah was a sign. കായീൻ അടയാളമായി മാറി. Cain was a sign. ബിലയാം അടയാളമായി മാറി. Balaam became a sign. കോരഹ് അടയാളമായി മാറി. Korah became a sign. അവരെല്ലാവരും അവരുടെ സമൂഹത്തിലെ പ്രധാനികളായിരുന്നു. And they were all important people in their community. പക്ഷേ അവരൊക്കെ അടയാളമായി മാറി. But they were all limited to becoming a sign for them. അടയാളമാകരുത്. But don't be limited to becoming a ഇന്ന് പകൽ sign. ഡാളസിലെ സഭകളോട് എനിക്ക് ആത്മാവിൽ പറയാനുള്ള ദൂതിത, അടയാളമായി അവസാനിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, അനുഗ്രഹമായി മാറാനാണ് ദൈവം നമ്മെ വിളിച്ചത്. But the message that I want to convey before you is, do not be limited to being a sign where God has set you, but be a blessing in the presence of God. അടയാളമാകരുതെങ്കിൽ എന്തോ ചെയ്യണോ? What should I do in order that I won't be limited to becoming a sign? അച്ഛാ, വിശ്വാസത്തിന്റെ 7 കൽപ്പനകളാണ് യൂദയുടെ ലേഖനം പഠിപ്പിക്കുന്നത്. The letter of Jude teaches us 7 commands of faith. ഒന്നാമത്തെ കൽപ്പന, നിങ്ങളുടെ വിശ്വാസത്തെ ആധാരമാക്കി പോരാടണം. One is contend for your faith. രണ്ടാമത്തെ കൽപ്പന, അപ്പോസ്തലന്മാരുടെ വാക്കുകളെ അനുസരിക്കണം. Second command is obey the words of the apostles. മൂന്നാമത്തെ കൽപ്പന, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. And third is you bring about spiritual growth to yourself. നാലാമത്തെ കൽപ്പന, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. And the fourth command is pray in the Holy Spirit. അഞ്ചാമത്തെ കൽപ്പന, യേശുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. The fifth command is wait for the grace of Jesus Christ. ആറാമത്തെ കൽപ്പന, ദൈവസ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിക്കണം. The sixth command is keep yourself in the love of God. ഏഴാമത്തെ കൽപ്പന, ചിലർക്ക് കരുണ കാണിക്കണം. And the seventh command is show grace to others. ഹലോ. Praise the Lord. ശബന രബരഹത്തര രബര. Amen. ശ്വാസത്തിന് വേണ്ടി പോരാടണം.
You contend for your faith. യെസ്, ഒരു പോർക്കളത്തിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. We are in a battlefield. സാത്താൻ എന്തെങ്കിലും വിഴുപ്പ് തുണികൾ നിങ്ങളുടെ തല വെച്ച് കെട്ടിയാൽ ഇന്ന് പകൽ ആത്മാവിലൊന്ന് കൊടഞ്ഞു കളഞ്ഞ് എഴുന്നേക്കണം. Whatever the enemy has bound you with, you need to shake it off and rise in the presence of God. യോബിന്റെ പുസ്തകത്തിൽ ഒരു പടക്കുതിരയെ കുറിച്ച് പറയുന്നുണ്ട്. And we read about a horse in the book of Job. അതിന്റെ പ്രത്യേകത, കാഹളനാദം കേട്ടാൽ അത് എന്ത് ചെയ്യത്തില്ല, അത് തന്നെ അടങ്ങിയിരിക്കത്തില്ല. That horse doesn't lay down when the trumpet sound is heard. കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്തേലും വെച്ച് നിന്നെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിലൊന്ന് ആത്മാവിൽ ഉണരണം. If the enemy has bound you with anything, this morning is a time to let loose and rise in the presence of God. ഈ മാർത്താണ്ഡവർമ്മ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സംഭവിച്ച ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. Martanda Varma, as he was ruling Kerala, there was something that happened that I read. പടക്കളത്തിൽ യുദ്ധമുന്നണിയിൽ പരിക്കേറ്റ ഒരു പടക്കുതിര, And there was a horse in the battlefield that was cut. കൊട്ടാരം അതിനെ കൃത്യമായിട്ട് ചികിത്സിച്ചു. And that wounded horse was treated by the അത് palace. പരിക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. And it survived that wound. പക്ഷേ അതിന്റെ ഞരമ്പ് മുറിഞ്ഞതുകൊണ്ട് അതിന്റെ കാലിൽ മുടന്തായി പോയി. And because its veins were cut, there was some kind of a limp that came across it. അതിനെ വൈദ്യന്മാര് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് നടക്കാഞ്ഞത് കൊണ്ട് ലേലത്തിന് അവരതിനെ മുടന്തുള്ള കുതിരയെ വിറ്റു. And because the doctors could not treat the limp out, it was sold in an auction. അതിനെ ഒരു തുണിയലക്കുകാരനാണ് മേടിച്ചത്. And someone who would wash clothes and do laundry was bought by that person. അയാൾ എല്ലായിടത്തുനിന്നും മുഷിഞ്ഞ തുണികൾ ഇതിന്റെ ദേഹത്ത് വെച്ച് കെട്ടിക്കൊണ്ടുവന്ന് ആറ്റിൽ ഇത് അലക്കുമ്പോ ഇതിനെ മേയാനായിട്ട് വിടും. And so he would bring about dirty laundry from different places and put it on this horse and make it carry it. ഒരു ദിവസം ഇത് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചിതമായ ഒരു സ്വരം അത് കേൾക്കുന്നത്. And as the horse was carrying this dirty laundry, it hears a trumpet. It's a sound. കേട്ടടത്തോട്ട് അതിന്റെ കാത് കൂർപ്പിച്ചു. And as the sound was heard, it moved its ears towards it. വീണ്ടും ആ സ്വരം. Again the same sound. അതിന്റെ തലയത് ഉയർത്തി. It lifted its head up. പിന്നെ ആ സ്വരം. Again the same sound. അത് അതിന്റെ ശരീരം ഒന്ന് കൊടഞ്ഞു. It shook its body. പിന്നെ സ്വരം കേട്ടപ്പം അത് എവിടോട്ടാണോ സ്വരം കേട്ടത് അവിടോട്ടത് കുതിച്ചു പോകുകയാ. And when the next time the sound came, it started running to that direction. എന്തിന്റെ സ്വരം അത് കേട്ടത്? What sound did the horse hear? കാഹളത്തിന്റെ യുദ്ധകാഹളത്തിന്റെ സ്വരം അത് കേട്ടത്. It was the sound of a trumpet for battle. യുദ്ധകാഹളത്തിന്റെ സ്വരം കേട്ടപ്പോ പരിശീലനം പ്രാപിച്ച പടക്കുതിര തുണിയലക്കുകാരനോട് പറയാ, നിന്റെ വിഴുപ്പ് തുണിയും ചുമന്നോണ്ട് നടക്കാൻ വിളിക്കപ്പെട്ടവനല്ല ഞാൻ പരിശീലനം പ്രാപിച്ച പടക്കുതിരയാ. When this horse heard the trumpet's battle cry, the horse said to his master that I'm not here to carry dirty laundry. I'm here for a different purpose. I am supposed to be in the battlefield. ഇന്ന് പകൽ സാത്താൻ നിന്റെ മേൽ വെച്ച് കെട്ടുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ ഒതുങ്ങി കൊടുക്കരുത്. ആരാധനയുടെ നടുവിൽ ചിലതിനെ കൊടഞ്ഞു കളഞ്ഞേച്ച് ആത്മാവിൽ ഒന്ന് എഴുന്നേക്കാൻ തയ്യാറുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Do not be yoked by the burdens that the enemy put on you, but shake it off in the spirit and rise and do the will of God. എനിക്കറിയാം ഇന്നത്തെ യോഗം തീരുന്നതിന് മുമ്പ് സ്വർഗം ചിലരെ നിവരെ നിർത്താൻ പോകുന്ന പകലായത്. I believe that before the service ends, God is going to make someone stand in the presence of God. കത്തിയില്ലാത്ത ചില ശസ്ത്രക്രിയകൾ, കൈ തൊടാത്ത ചില അത്ഭുതങ്ങൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ എന്റെ മേൽ നടക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഈ ആരാധനയ്ക്കകത്തിരുന്നു. Certain surgeries without hands, certain works without human hands will be done in me. How many of us can believe that? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. Contend for your faith. അപ്പോസ്തലന്മാരുടെ വാക്കുകളെ അനുസരിക്കണം. And obey the words of the apostles. അയക്കപ്പെട്ടവർ അപ്പോസ്തലന്മാർ. Apostles are the sent ones. ഞങ്ങളെ പോലെ ഇടയ്ക്ക് വരുന്നവരുടെ കാര്യമല്ല പറഞ്ഞു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നവരുടെ വാക്കുകളെ നിങ്ങൾ അനുസരിക്കണം. I'm not talking about merely guest speakers, but about the ones who are kept by the Lord for you on a daily basis. Obey them. ഞാൻ 33 വർഷമായി യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. I've been preaching Jesus for the past 33 years. എന്റെ 11ാമത്തെ വയസ്സിൽ ആരംഭിച്ചതായത്. I started when I was 11 years old. ഞാൻ ഇന്ന് വരെ ഒരു സിനിമാ കോട്ടയടകത്ത് കയറിയിട്ടില്ല. I've never been to a cinema center. ഞാൻ ഒരു കള്ളുകുപ്പിയിൽ ഇന്ന് വരെ തൊട്ടിട്ടില്ല. I've never touched a beer bottle or anything else. സിഗരറ്റ് ഇന്ന് വരെ പിടിച്ചിട്ടില്ല. I've never held a cigarette. ഒറ്റ മനുഷ്യൻ പോലും ഒരു സ്വോത്രവും പറയത്തില്ല. എനിക്കറിയാം No one is saying hallelujah. നിങ്ങൾ സ്വോത്രം പറയണം. ഞാൻ ആരെങ്കിലും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാലേ പെന്തിക്കോസുകാർക്ക് അത് സാക്ഷിയാകത്തുള്ളൂ. എന്തോ ചെയ്യാൻ പറ്റും? Pentecostal testimony should be like I murdered someone
someone, went to the jail, but then got saved over there, came back. So let's praise God. No. സത്യത്തെ അതാണോ സാക്ഷ്യം, അതോ ഇതാണോ സാക്ഷ്യം? Is that the testimony, or is this ഞാൻ the ഇവിടെ great ഇരിക്കുന്ന testimony? മക്കളോട് പറയാം, മക്കളെ, ഈ ദുഷ്ടതയുള്ള ലോകത്തിൽ അതിന്റെ ഒന്നും പുറകെ പോകാതെ ഈ കറുത്ത പുസ്തകത്തിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ അതിന്റെ അത്രയും വലിയൊരു സാക്ഷ്യം വേറെ ഇല്ല. Young people, let me tell you, there is no greater testimony that you are not going behind the wall, but you are obeying the word of God to its fullest. That is the greatest testimony of your life. ഇന്ന് പകല് കർത്തൃദാസൻ സ്നാനത്തിനുള്ളവരുടെ പേര് വിളിച്ചപ്പോ And when man of God asked for the ones who are committed themselves to baptism, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടു. I saw children standing up, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, and I observed അവരെല്ലാവരും തല ഉയർത്തിപ്പിടിച്ചാ നിന്നത്. they were standing with their heads held high. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം ഇതാ, കാഹളം ധ്വനിക്കുന്ന ദിവസം വരെ, നിങ്ങളുടെ മരണം സംഭവിക്കുന്ന ദിവസം വരെ ഈ കർത്താവിന് വേണ്ടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. This is the message for you until the day of the trumpet call, or when God calls you home. Have your head held high in the presence of God. ഹല്ലേലൂയ. Amen. അപ്പോസ്തലന്മാരുടെ വാക്കുകളെ അനുസരിക്കണം. Obey the words of the apostles. ഞാൻ അതെല്ലാം പറയുന്നില്ല, പക്ഷേ ഈ അന്ത്യകാലത്ത് വരുമ്പോ സഭ രണ്ട് ഗ്രൂപ്പ് ആവുമെന്ന യൂദാപ്പോസ്തലൻ പറയുന്നത്. But Apostle Jude reminds us that the church would have two groups in the end. അതിനെ കുറിച്ച് 17-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 17 ദൈവാസന്മാര് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ അനുസരിക്കുക. അടുത്ത വാക്യം, യെസ്, മതി അതിന്റെ ഒന്നും നിർത്തിയേക്കണേ. അന്ത്യകാലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. At the end, there will be a group, എല്ലാ സഭയിലും ഉണ്ട്. and it will be in every church. എന്താ പ്രത്യേകത? And what is their characteristic? ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. They are scoffers who follow their own ungodly desires. അവരുടെ ഫേസ്ബുക്ക് സാക്ഷ്യം പറയും അവരെങ്ങനാണ്. Their Facebook would tell you they are ungodly. അവരുടെ ഇൻസ്റ്റഗ്രാം സാക്ഷ്യം പറയും അവരെന്താണെന്ന്. Their Instagram would testify that they are ungodly. അവരോട് 5 മിനിറ്റ് സംസാരിച്ചാൽ നമുക്കറിയാം അവരാരാണെന്ന്. And if you talk to them for 5 minutes, you would know who they are. പക്ഷേ അവരുടെ മനസാക്ഷി അതിനപ്പുറത്ത് അവരോട് പറയും നിങ്ങൾ ആരാണെന്നുള്ള But കാര്യം. their own consciousness would speak to them who they are. എന്താ ഈ പരിഹാസികളുടെ പ്രത്യേകത? And what is the characteristic of these scoffers? അവര് ഭിന്നത ഉണ്ടാക്കുന്നവരാ. They are ones who divide people. ഞാൻ പറഞ്ഞ കാര്യമല്ല, യൂദാ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. Jude says, Apostle Jude is saying അവര് this. സഭയ്ക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കും. They are divisive and divide the church. പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെറും പ്രാകൃതന്മാരാ. And they are merely natural men. പിന്നെ എന്നാ പ്രത്യേകത? What else? കർത്താവിന്റെ ആത്മാവുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. And do not have any relationship with the Spirit of God. ഇത്ര ഒത്തിരി പേര് എല്ലായിടത്തും ഉണ്ട്. And every place we see these kind of people. അവർ അടയാളമായിട്ട് അവസാനിക്കും. But they will end like a sign for പക്ഷെ us. നിങ്ങൾ അങ്ങനല്ല. But you are not so. നിങ്ങൾ ആരാണ്? Who are you? അടുത്ത വാക്യത്തിൽ പറയുക, Next word says, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. it says, build yourself up in the most holy faith. നിങ്ങൾക്ക് ആത്മീയ വർധന പറഞ്ഞാൽ എന്നെ എടുക്കണം. What you need to do to build yourself in ഈ faith? ഞായറാഴ്ച അടച്ച പുസ്തകം അടുത്ത ഞായറാഴ്ച തുറക്കാവുള്ളൂ. That the Bible that you close this Sunday, only open it next Sunday. ചിലർ അമ്മച്ചി കണ്ണാടി തപ്പി പോലെ. It's like Amachi who's searching for her അറിയാം, spectacles. അമ്മച്ചിയുടെ കണ്ണാടി യോത്തിന്റെ ഇടയിൽ മറന്നുപോയ കാര്യം അറിയോ? Do you know about the Amachi story who forgot her glasses? വീട്ടിലെ യോത്തിന്റെ ഇടയിൽ ചായ എടുക്കാനായിട്ട് പോയ വഴിക്കാ കണ്ണാടി മറന്നു പോയത്. That she forgot her glasses while she went back to prepare tea. വീട്ടിൽ തപ്പിട്ടൊന്നും കണ്ണാടി കാണുന്നില്ല. And she could not find her glasses anywhere. ഒടുവിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. And then she called the pastor as a prayer request. അപ്പോഴത്തേനും 4 ദിവസം കഴിഞ്ഞു. And it has been 4 days since she lost her അപ്പൊ glasses. പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി നമ്മൾ അന്ന് യോഗം നടത്തിയപ്പോ അവസാനം അമ്മച്ചി ബൈബിൾ അടച്ചപ്പോ കണ്ണാടി അതിനകത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതൊന്ന് തുറന്നു നോക്ക്, ചിലപ്പോ അതിനകത്ത് കാണുമായിരിക്കും.
ആയിരിക്കുമെന്ന്. And the pastor said, Amachi, I remember you closing your glasses inside the Bible. If you open your Bible, it might be still there. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻസ്റ്റഗ്രാം തുറക്കുന്നത് എത്ര മണിക്കൂറാ, വാട്സപ്പ് തുറക്കുന്നത് എത്ര മണിക്കൂറാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര മണിക്കൂർ വചനം തുറക്കുന്നവരാ? We open Instagram and other social media apps for hours. How many hours do we spend with the Word of God? എനിക്കറിയാം സ്വത്രം പറയാൻ പറ്റിയ ഒരു വകുപ്പല്ലിപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. I know many of us wouldn't be prompted to praise God right now. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ട്. But let me tell you, there is a group like this. അതിനെ എത്ര വാഴ്ത്തിപ്പാടിയാലും, even if you try to build them, അത് അവസാനം അടയാളമായിട്ട് they അവസാനിക്കത്തുള്ളൂ. only end up as a sign. ഈ പവർഷനിലൊക്കെ വലിയ പ്രധാനപ്പെട്ട ഇവന്റുകൾ വരുമ്പോൾ അത് മുഴുവൻ ആങ്കർ ചെയ്യുന്ന കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. When Power Vision's big events come, I'm one of the person who take care of it. ഈ പ്രസന്ററായിട്ട് എന്നെ നിർത്തുന്നതിന്റെ കാര്യം, ഞാൻ ആരെയും കുറച്ച് പറയത്തില്ല, ഇച്ചിരി കൂട്ടിയേ പറയത്തുള്ളൂ. And the reason I'm kept as a presenter is because I won't show anyone down, but always lift someone. ഈയിടെ എനിക്കൊരു അബദ്ധം പറ്റി. ഒരു ശവടക്കിന് എന്ന് ഞാൻ പറയും, ഈ അച്ചാൻ പോയത് സഭയുടെ വലിയ നഷ്ടമാണ്, ഒരു യോഗം പോലും മുടക്കത്തില്ലായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഇങ്ങേരെ കുറിച്ച് തന്നെയാണോ ഈ പറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു. But something happened recently that I went to a funeral and I said, this man of God who passed away is a great loss for the church, and we are so sad at his departure. But then someone came to me and asked me, were you speaking about the same person in the coffin? ഞങ്ങളാരും പറയുന്നത് കേട്ടൊന്ന് ഉയരരുതേ, മനസാക്ഷിയോടൊന്ന് ചോദിക്കണം. Don't be lifted by the words of people. Test your conscience. ഞാൻ ഒരു അടയാളമാണോ? Am I a sign? അവർ ആ സബ്ജക്റ്റ് ഞാൻ അങ്ങ് മറിക്കുക. വേറൊരു കൂട്ടരുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? അനുഗ്രഹമാകാൻ ദൈവം വിളിച്ചൊരു കൂട്ടർ, അവർക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി. അടുത്ത വാക്യം പറയാ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. And there is another group who were called to build themselves up in the most holy faith. They also pray in the Holy Spirit. ഈ പകൽ മക്കളെല്ലാം ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. Children, look at me. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. Pray in the Holy Spirit. അന്യഭാഷ പ്രാർത്ഥിക്കണം. Pray in tongues. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്തോ? What is English for you? ഇംഗ്ലീഷ് നിങ്ങളുടെ മദർ ടങ്. English has become your mother tongue. മലയാളം എനിക്ക് എന്നാ? What is Malayalam to me? എൻ്റെ മദർ ടങ്. It's my mother tongue. പക്ഷെ അന്യഭാഷ എന്തോന്ന് നിങ്ങൾക്കറിയോ? What is speaking in tongues? അന്യഭാഷ എന്താന്ന് നിങ്ങൾക്കറിയോ? What is speaking in അത് tongues? നമ്മുടെ ഫാദേഴ്സ് ടങ്. It is our father's tongue. ഇന്ന് പകൽക്കാലം മദർ ടങ്ങിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അപ്പനോട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. And more than what we speak in our mother tongue, may we have a conversation with our heavenly Father. മനസ്സിലാകുന്ന എത്ര പേര് ഇതിനകത്ത് I hope ഇരിപ്പുണ്ട്? you are able to understand. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ അന്യഭാഷ ദൈവത്തോട് സംസാരിക്കണമെന്ന്. More than that, you sing songs and praise God, speak in tongues. പൗലോസ് പറയാ, നിങ്ങളെക്കാട്ടിലെല്ലാം കൂടുതൽ ഞാൻ അന്യഭാഷ പറയും. And Paul says, I speak more in tongues than compared to you. നിങ്ങളെക്കാൾ എല്ലാം കൂടുതൽ അന്യഭാഷ പറയുന്നോണ്ടുള്ള ഗുണം, നിങ്ങൾക്ക് പലർക്കും കിട്ടാത്ത വെളിപ്പാട് എന്റെ കയ്യിൽ ഞാൻ പ്രാപിക്കാൻ കാരണം നിങ്ങളെക്കാട്ടിലെല്ലാം ഞാൻ അന്യഭാഷ പറയുന്നത് കൊണ്ട്. And what is the benefit of speaking more in tongues is because through that speaking and conversation with God, I get more revelation from God. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രത്യേകത, അവരുടെ പരിമിതികളെ ജയിക്കാൻ ദൈവം അവരെ പ്രാപ്തരാക്കും. For the ones who speak in tongues and worship the Lord for hours, they were able to overcome their boundaries and their restrictions. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ. Pray in the Holy Spirit. എന്താ ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത? And what is the quality of the ones who pray in the Holy Spirit? അവരുടെ വിഷയം ഒട്ടുവാലിന്റെ വണ്ണം കൂടുന്നതോ, കോഴിക്കൂടിന്റെ പണി നടക്കുന്നതോ, കോഴിമുട്ടയുടെ വലിപ്പം കൂടുന്നു, കോഴിമുട്ടയ്ക്കകത്ത് 2 ഉണ്ണി ഉണ്ടാകുന്നൊന്നുമല്ല. അവരുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നോ സർക്കംസ്റ്റാൻസസ്, നോ വിൽ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഒറ്റ ഇഷ്ടമേ ഉള്ളൂ, only his will. Those who pray in the Holy Spirit, their concern is not about their chickens or the eggs they laid or how many eggs they lay. No, their concern is about the will of God and what does the Heavenly Father want from them. ഇന്ന് പകൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചിലത് കൽപ്പിക്കാൻ പോകുന്ന പകലായത്. If you are willing to stand with the Holy Spirit, if you are willing to stand with the Heavenly Father, there are certain things that God wants to speak to you.
അച്ഛാ ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് ശക്തമായി ദൈവാത്മാവ് ഇടപെട്ട ഒരു വാക്യമുണ്ട്. There is one verse that the Spirit spoke to me as I was sitting and praying. സഭാപ്രസംഗി 1:9 ഉണ്ടായിരുന്നതെല്ലാം ഉണ്ടാകുവാനുള്ളതും ചെയ്ത് കഴിഞ്ഞതെല്ലാം ചെയ്യുവാനുള്ളതുമാകുന്നു സൂര്യന് കീഴിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. And it's a verse from Ecclesiastes. Whatever has been done, needs to be done, has been done. Whatever needs to be seen has been seen. There is nothing new under the sun. ഈ അൾട്ടിമേറ്റ് ഫോം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യവട്ടമാണ്. The ultimate form of light is sunlight. സൂര്യവട്ടത്തിൽ ജീവിതത്തെ നോക്കിയ മനുഷ്യൻ പറയാ പുതിയതൊന്നുമില്ല, എല്ലാം ആവർത്തിക്കപ്പെടുന്നതാണ്. And when the observer examined himself under sunlight, he saw there is nothing new. Everything has been done. ഇന്ന് പകലത്തെ ആരാധനയുടെ നടുവിൽ ചില റിപ്പീറ്റിംഗ് സൈക്കിൾസിനെ ദൈവം പൊളിച്ചേച്ച് പുതിയൊരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പകല. I believe that during this course of worship, certain repeated cycles of failure will be broken by the Lord, and you will arise in the presence of God. ആത്മാവിൽ പ്രാർത്ഥിച്ചു, അന്യഭാഷ പ്രാർത്ഥിച്ചു, Pray in the Spirit, pray in tongues. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. ഉറക്കെ പറ, പുതിയതൊന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാ. Do not consider the former things. Do not be worried about the things of tomorrow, but right now speak to God. എനിക്കറിയാം ആത്മാവുമായി കണക്റ്റഡ് ആയ ഒത്തിരി ദൈവമക്കൾ ഈ സഭയ്ക്കകത്ത് ഇരിപ്പുണ്ട്. I know there are many people who are connected to the Holy Spirit seated over here. പുതിയതൊന്നും നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകുകയാ. But let God do something new in your life. 38 വർഷമായിട്ട് ഒരു മനുഷ്യന്റെ ലൈഫിൽ റിപ്പീറ്റിംഗ് സൈക്കിൾസ് ആണ് നടക്കുന്നത്. For the past 38 years there has been a man who has gone through the similar cycle of failure in his life. ദൂതൻ ഇറങ്ങുന്നുണ്ട്, വെള്ളം കലങ്ങുന്നുണ്ട്, സഹായം ചോദിക്കുന്നുണ്ട്. Angel comes down, the water is stirred, and he asks for help. പക്ഷേ ഫൈനൽ സ്റ്റേജിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്നില്ല. But the final stages of fulfillment never occurs to him. പകൽ നിന്റെ ജീവിതത്തിൽ ഒരു പൂർത്തീകരണം തരത്തില്ലെന്ന് പറയുന്ന ചില ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റാൻ പോകുകയാ. But whatever power limits you and doesn't take you to its fullness, the power of the Holy Spirit is going to manifest and break that yoke and set you free this morning. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. Pray in the Holy Spirit. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. Pray in the Holy Spirit. Hallelujah. In the name of Jesus. Hallelujah. ഒരു ദൂതന് വരങ്ങത്തില്ല, ഒരു ദൂതന് വരങ്ങത്തില്ല. No angel is going to come ഒരു down. തുള്ളി വെള്ളവും കലങ്ങത്തില്ല. No water is going to be stirred. പക്ഷേ ഇന്ന് പകൽ നിന്റെ കൈ പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഒരു തനിവിടെ വന്നിട്ടുണ്ട്. But the power of Jesus is here to catch you and lift you up and change your life forever. ഉറക്കെ ഒന്ന് വിളിക്കാവോ? യേശുവേ എന്ന് ഉറക്കെ വിളിക്കാവോ? Can we cry out, Jesus? Hallelujah. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. Pray in the Spirit. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. Pray in the Spirit. ചില സഹോദരങ്ങളോട് ശക്തമായി ദൈവാത്മാവ് പറയുകയാ. God is doing something incredible among us. റിപ്പീറ്റിംഗ് സൈക്കിൾസിനെ ഈ പകൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റാൻ പോകുകയാ. Repeated cycles of failure are going to be broken in the name of Jesus. നിന്റെ ലൈഫിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. God is going to work a miracle in your life. നിന്റെ മിനിസ്ട്രിക്കകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ God is പോകുകയാ. going to do a work of miracle in your ministry. ഓ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. Let it happen in the name of Jesus. Hallelujah. ദൈവകൃപ എല്ലാവരും അന്യഭാഷ സംസാരിച്ചു Can we all തുടങ്ങിയിരിക്കട്ടെ. speak in tongues and do this കർത്താവിനോട് warfare? സംസാരിച്ചാട്ടെ. Speak in tongues and pray to the Lord. ദൈവാസ എന്നോട് ദൈവാത്മാവ് പറയുകയാ. ദൈവാത്മാവ് പറയുകയാ. God is speaking to me. 18 വർഷമായിട്ട് ഒരു സ്ത്രീ കുനിഞ്ഞിരിക്കുക. For 18 years there has been a woman who has been bent. അച്ഛാ 18 വർഷമായിട്ട് കുനിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഉയരത്തിലുള്ളത് കാണാൻ പറ്റുമോ? For 18 years if someone is bent, can they see heavenly things? അവൾക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല. She's not able to see the sun. അവൾക്ക് പ്രകാശത്തെ കാണാൻ പറ്റുന്നില്ല. She's not able to see sunlight. അവള് വിചാരിക്കുക എന്റെ കണ്ണ് താഴ്ച കാണാനുള്ള കണ്ണാണ്. And she is thinking that my eyes can only see things below. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇനി ഒരു ഉയർച്ച കാണത്തില്ല. And she is thinking that I won't see anything good through my eyes. അങ്ങനൊന്നും അല്ലല്ലോ. കർത്താവ് ഒരുത്തനെ തൊട്ട് കഴിഞ്ഞ അവന്റെ ലൈഫ് ഉയർച്ച കാണാനായിട്ട് വിളിച്ചതല്ലേ. But someone who can change your life touches you, his life will be transformed forever. ഉറച്ചു വിശ്വസിക്ക്. ഇന്നത്തെ ആരാധനയുടെ നടുവില് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. Believe that God can do a miracle for you as you worship the Lord. In the name of Jesus. Pray in the Spirit. Pray in the Spirit. Speak in tongues.
tongues. Speak in spirit. Speak in the tongues and pray to the Lord. Be filled with the Holy Spirit this morning. Dura rabara hattara rabara rabara. Shandana, rigatana, rabauda, rabaribadana, raba. Dura rabara Rabori, rabara. rabanuru, hadanaya, Dura rabasha. rabara rabara chayda. Thank ഇന്ന് you, രാവിലെ ആ Jesus. പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ This morning, as we were singing to the ഞാൻ Lord, എന്റെ ചെവി കേട്ട സ്വരവാ. there's a voice I heard. Let us go across to the other side of your life. നമ്മുടെ ജീവിതത്തിന്റെ മറുകരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ അങ്ങേ കരയിലോട്ട് നിന്നെ കയറ്റത്തില്ലെന്ന് പറയുന്ന ചില തണ്ടർ സ്റ്റോംസിനോട് സ്വർഗത്തിലെ ദൈവം ആർതി കൽപ്പിക്കുന്ന പകലായത്. This morning, whatever thunderstorm is a hindrance for you to cross over, there is a voice of God that is going to be revealed to cast it out from your life. Hallelujah. സ്വോത്രം ചെയ്ത് തുടങ്ങിക്കേ, സ്വോത്രം ചെയ്ത് Hallelujah. തുടങ്ങിക്കേ, സ്വോത്രം ചെയ്ത് Hallelujah. തുടങ്ങിക്കേ. Hallelujah. Hallelujah. In the name of Jesus. In the name Go, of go, go, Jesus. go across the, In the name go of Jesus. across In the the name other of side of Jesus. your life. Hallelujah. Hallelujah, Hallelujah. Hallelujah. Thank you, Jesus. ഞാൻ ഇന്ന് പകൽ കൊണ്ടുവന്ന ദൂത് മുഴുവൻ ഈ സഭയോട് പറയാനുള്ള ദൂതാ കൊണ്ടുവന്നത്. Every message I carried this morning is a message for this church. ആത്മാവി പ്രാർത്ഥിക്കുന്ന ഒരുവൻ, ആത്മാവി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ആത്മാവി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഒരടയാളമായിട്ട് അവസാനിക്കത്തില്ല. Those who pray in the Spirit, the family that prays in the Spirit, the community that prays in the Spirit will not end as a sign. ഡാളസ് പട്ടണത്തിൽ ഞങ്ങളുടെ സമൂഹത്തെ ദൈവം ഒരനുഗ്രഹമാക്കി നിർത്തുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ In the ഇതിനകത്തിരിപ്പുണ്ട്. city of Dallas, God is going to bless our community. How many of us can believe that? In the name of Jesus. എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ശക്തമായി ദൈവാത്മാവിനോട് The സംസാരിച്ചുകൊണ്ടിരിക്കുക. Spirit of God is dealing powerfully in me. I'm not able to move forward ഇപ്പം from നിങ്ങൾ here. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, The Holy Spirit is commanding me to say this. ഒരു നോർമൽ ലൈഫിലേക്ക് നിന്റെ കുടുംബം വരാതിരിക്കാൻ, നിന്റെ കുടുംബത്തെ കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്നത്തെ ആരാധനകത്ത് ദൈവം പൊട്ടിക്കാൻ പോകുകയാ. Certain bonds that were tied upon your family so that they won't return to normalcy, that bonds is going to be broken in the name of Jesus. Hallelujah. Hallelujah. അഭിഷക്ത, തെക്കേപ്പൊരി നാട്ടിൽ ഒരു സ്പിരിറ്റ് നിൽപ്പുണ്ട്. In the land of Decapolis, there is a spirit. തെക്കേപ്പൊലി നാട്ടിൽ ഒരു സ്പിരിറ്റ് നിൽപ്പുണ്ട്. In the city of Decapolis, there is a spirit. എന്താ തെക്കേപ്പൊലി നാട്ടിൽ നിൽക്കുന്ന സ്പിരിറ്റ്? What is a spirit in Decapolis? അതാ ആ സ്പിരിറ്റിന്റെ പ്രത്യേകത, ഒരു വീട് പോലും സ്വസ്ഥത അനുഭവിക്കരുത്. The quality of the spirit is no house will remain in peace. അതുകൊണ്ട് തന്നെ താമസിക്കേണ്ടിടത്ത് കുഞ്ഞുങ്ങളെ താമസിപ്പിക്കത്തില്ല. And therefore, wherever children need to abide, the spirit won't let it abide. അനുഭവിക്കേണ്ട വിടുതൽ അനുഭവിക്കേണ്ട സമയത്ത് അവർ അനുഭവിക്കത്തില്ല. The deliverance that has to be experienced, the spirit won't let it നിന്റെ experience. കുഞ്ഞൊരു നോർമൽ ലൈഫ്, ഞാൻ ചുമ്മാതൊരു പ്രസംഗം പറയുകയല്ല, I'm not merely preaching. ഈ പകൽ ആത്മാവി പ്രാർത്ഥിക്കുന്നതിൽ അമ്മമാരോട് ഞാൻ പറയുകയാ, I'm telling it to the mothers who pray in spirit. നിന്റെ കുഞ്ഞിനൊരു നോർമൽ ലൈഫ് തരത്തില്ലെന്ന് പറയുന്ന ചില ആധിപത്യങ്ങളെ ഈ പകൽ ദൈവാത്മാവ് പൊട്ടിക്കാൻ പോകുകയാ. There are certain powers who contend that I won't give a life of normalcy to your children. God is going to break those powers this morning. Hallelujah. ശ്വസിക്കുന്നവരെ In the name ദൈവത്തോടെ of ദൈവത്തെ Jesus. സ്തുതിക്കുക. In the name of Jesus. Hallelujah. ഓ Hallelujah. Hallelujah. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകട്ടെ. May നമ്മുടെ children കുഞ്ഞുങ്ങൾക്ക് experience a അനുഗ്രഹിക്കപ്പെട്ട blessed കുടുംബജീവിതം future. ഉണ്ടാകട്ടെ. May they be set free in the നമ്മുടെ name of കുഞ്ഞുങ്ങൾക്ക് Jesus. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ. May their education be blessed. Hallelujah. In the name of Jesus. എന്തിനാ ഈ ആത്മാവ് പ്രാപിക്കേണ്ടത്? Why should we receive the Holy Spirit? ചുമ്മാ അന്യഭാഷ പറഞ്ഞ് പാട്ടിന്റെ അപ്പുറത്ത് ഒരു ഓളം ഉണ്ടാക്കാനുള്ളതല്ല ഈ അന്യഭാഷ. To not merely speak in tongues and to continue speaking in tongues after a song, കുറഞ്ഞ പക്ഷം നിന്റെ കുഞ്ഞിനെ നോക്കി പ്രവചിക്കാനുള്ള ഒരു അഭിഷേകം നീ പ്രാപിച്ചിരിക്കണം. but to look at your sons and daughters and prophesy the word of God. Hallelujah. അച്ചായ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യ ലൂക്കോസ് 1:76. In Luke chapter 1 verse 72, there's a word that speaks to me. മനുഷ്യൻ ആത്മനിറവ് പ്രാപിച്ചപ്പോൾ When a man was filled with the Holy Spirit, തന്റെ കുഞ്ഞിനെ നോക്കി പ്രവചിക്കുക. he looks at his son and begins to prophesy. എന്താ പ്രവചിക്കുന്നത്? What is the prophecy? നീയോ പൈതലേ,
But you, child, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. you will be called the prophet of the Most High God. ലൂക്ക് 1:76, Luke chapter 1 verse 76. സ്വന്തം കുഞ്ഞിനെ നോക്കി ഒരു അപ്പം പറയുകയാ, നീ അത്യുന്നതന്റെ പ്രവാചകനാണ്. In Luke chapter 1 verse 76, a father looks at his son and says, but you, child, will be called the prophet of the Most High God. നിന്റെ കുഞ്ഞിനെ സഭയിലെ കുഞ്ഞിനെയും പ്രാകാൻ അഭിഷേകം വേണ്ട. In order to curse anyone, you do not need an anointing. ജഡ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആർക്കാ പ്രാകാൻ പറ്റാത്തത്? Those who live a carnal life can curse anyone. പക്ഷേ But പ്രവചിക്കണമെങ്കിൽ അഭിഷേകം വേണം. to prophesy, you need an anointing. ഇന്ന് പകൽ എന്റെ തലമുറയെ നോക്കി പ്രവചിക്കാനുള്ള ഒരു ദൈവകൃപ എനിക്ക് വേണമെന്ന് കൊതിയുള്ള എത്ര മാതാപിതാക്കൾ ഇതിനകത്തിരിക്കുന്നു. How many parents are hungry? God, I need a grace and anointing in my life to look at my children and prophesy to them. ഞാൻ ഈ വാക്യം കണ്ടപ്പോഴേ When I looked at that, ഞാൻ ഈ പുള്ളിയെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ പ്രവാചകനെ കണ്ടിട്ടുണ്ടോ? I asked, have you seen a prophet? പുള്ളി പറഞ്ഞു, He said, കണ്ടിട്ടില്ല. no, I have not. താങ്കളുടെ അപ്പൻ കണ്ടിട്ടുണ്ടോ? Your father has seen one. നോ. No. വല്യപ്പൻ? What about grandfather? മലാക്കി മുതൽ 400 വർഷമായിട്ട് ഇല്ലല്ലോ പ്രവാചകന്മാര്. From Malachi to all the way to the time of John, there was no prophet. 400 വർഷം ഒരു 6 തലമുറ വരത്തില്ല ചായ. It might be more than 6 generations. അപ്പൊ 6 തലമുറയായിട്ട് ഇല്ലാത്ത ഒരു കാര്യം. For 6 generations, this ministry has not taken place. 6 തലമുറയായിട്ട് ഇല്ലാത്ത ഒരു കാര്യം A thing that എന്റെ hasn't നാട്ടിൽ happened. നടക്കുമെന്നും A thing that has happened for 6 എന്റെ generations will happen in my നടക്കുമെന്നും time. In my land. എന്റെ വീട്ടിൽ നടക്കുമെന്നും In my house. എന്റെ കുഞ്ഞിലൂടെ അത് നടക്കുന്നതെന്നും പറയാം. Will happen in my son. Hallelujah. എനിക്കറിയാം കൊതിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. I know many mothers who pray. ചങ്ക് പൊട്ടി കരയുന്ന ഒത്തിരി. ഞാനിവിടെ നിൽക്കുമ്പോൾ ചില അപ്പന്മാരുടെ കണ്ണീന്നൊഴുകുന്ന കണ്ണുനീര് കാണുന്നു. നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാ, നിന്റെ തലമുറ അടുത്ത കാലഘട്ടത്തെ തിരിക്കുന്ന അഭിഷക്തൻ. And I see tears in the eyes of fathers over here. Let me tell you, your children are the next anointed ones of the generation. എനിക്ക് ഈ VP Abraham പാസ്റ്ററോടൊക്കെ ഉള്ള സ്നേഹം അതാ. Why do I love Pastor VP Abraham? ഞാൻ അതകത്ത് ഉയർത്താനൊന്നും പറയല്ല. I'm not here to lift him up. അച്ഛൻ എത്ര വലിയ പ്രാസംഗികനാണെന്നൊന്നും എനിക്ക് അറിയത്തുമില്ല. I do not know how great a preacher he is. പക്ഷെ ഒന്ന് എനിക്കറിയാം. But one thing I know. റാന്നിന്ന് 3 അപ്പന്മാര് പെന്തിക്കോസിലേക്ക് ഇറങ്ങി തിരിച്ചു. There were 3 fathers who came to the Pentecostal faith in the land of Rani. കനാനായിപ്പള്ളി വിട്ടാച്ചാ ഇറങ്ങിയത്. They left the Canaanite faith. എന്റെ അമ്മയുടെ കൊച്ചു പ്രായത്തിലാ. And it was when my mother was young. അന്ന് മുടക്ക് കൽപ്പന കിട്ടിയ 3 കുടുംബങ്ങളാ. And they were excommunicated from their churches. വളയനാട്ടെ പുന്നച്ചന്റെ കുടുംബവും പള്ളത്തെ ഇട്ടച്ചന്റെ കുടുംബവും പുതുപ്പറമ്പിലെ അവറാച്ചന്റെ കുടുംബവും. And these were the names of the uncles over there. വളയനാട്ട് പുന്നച്ചന്റെ കൊച്ചുമോൻ അല്ലേ അച്ഛൻ? കൊച്ചുമോൻ എന്റെ വിഷയം. അതിനപ്പുറത്ത് കൊച്ചുമോന്റെ മോനെ ഞാൻ കണ്ടു. ഡാളസിലെ 6000 പേര് കൂടുന്ന സഭയുടെ പാസ്റ്ററായിട്ട് ഞാൻ കണ്ടു. But I saw that one of the father's great grandson is now serving as a pastor of a church in Dallas where 6,000 congregants gather. മക്കളെ, നിങ്ങളെയൊക്കെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനാണ്. You know why God has brought you here? It is for this ഈ purpose. തലമുറയുടെ പ്രവാചകനാ നീ. That you will be a prophet in this generation. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി ആൾക്കാർക്ക് പാരയം വെച്ച് ഫേസ്ബുക്കിലൂടെ ആവശ്യമില്ലാത്തത് ഷെയറും ചെയ്ത് ജീവിതത്തിൽ നശിച്ചു പോകുന്നവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു തലമുറയെ ജനിപ്പിക്കാൻ ദൈവം നിയോഗിച്ച അഭിഷക്തമായ ഒരു സമൂഹത്തിന്റെ കാര്യമാ ഞാൻ പെന്തക്കോസിനെ നോക്കി പ്രവചിക്കുന്നത്. I'm not talking about ones who curse others and has become a hindrance for others. No, I'm talking about a generation that is called to be a blessing and to bless others and to raise others for God. ഞാനിവിടെ എഴുന്നേറ്റ് നിന്നപ്പോ എനിക്ക് ചങ്ക് പൊട്ടി അച്ഛനൊക്കെ ഈ മുന്നിരുന്ന് കരയുന്നത് കാണുമ്പോ വചനത്തിന്റെ മുമ്പിൽ അതെ ഈ കുറെ പേരൊക്കെ ഈ പാണ്ടിലോറിയുടെ മുമ്പിൽ നിൽക്കുന്ന തവളെ പോലെ വചനത്തിന്റെ മുമ്പിൽ മസിൽ പിടിച്ചിരിക്കുമ്പോ വചനത്തിന്റെ മുമ്പിൽ ചങ്ക് പൊട്ടുന്ന അഭിഷക്ത കൂട്ടത്തെ കാണുമ്പോ ഉള്ള ഞരങ്ങുക. When I see these fathers standing or sitting before me and crying, my heart is melting in the presence of God. And there are still others who are unfazed by the word of God. Let me tell you, let your hearts melt before God. ഞാൻ ചോദിച്ച 6 തലമുറയായിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളിലും നിങ്ങളുടെ കുഞ്ഞിലും നടക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി?
So my question is, how can you say for the thing that hasn't happened for 6 generations will happen in my child? അദ്ദേഹം പറയാ, പാസ്റ്ററെ, He says, Pastor, ഇത് ഹെരോദാവ് പണിത ആലയമാണ്. this temple was built by Herod. ഹെരോദാവ് ഇത് പണിയുന്നതിന് മുമ്പ് But before Herod built this temple, ഇതിനൊരു പൂർവ്വകാല ചരിത്രമുണ്ട്. there is a past history to this temple. ഇതിന്റെ ആദ്യത്തെ ചരിത്രം ശലോമോനിൽ ആരംഭിക്കുന്നതാണ്. The history begins with Solomon. ദൈവത്തിന്റെ ഗ്ലോറി ഇതിനകത്ത് ഇറങ്ങി. The glory of God descended into this temple. അമേരിക്കയിലെ ദൈവമക്കളുടെ ആ ഒരു ഹിസ്റ്ററി അതാ. That is the history of the American believers. കഴിഞ്ഞ ആഴ്ച ഞാൻ വെർജീനിയയില, ഞാനും പാസ്റ്റർ ലോർഡ്സൺ ആന്റണിയും കൂടെ ഒരു ചർച്ചയിൽ പ്രസംഗിച്ചത്. Last week I was in Virginia along with man of God Pastor Lordson Anthony. അത് കഴിഞ്ഞപ്പോൾ ഞാനും ലോർഡ്സനും ഒരു ഭയങ്കര ബോണ്ടാണ്. And me and Brother Lordson, we are great friends. എന്നെക്കാട്ട് ഒരു വയസ്സൂടെ കൂടുതലാണ് അദ്ദേഹത്തിന്. And he is 1 year older to me. ഞാൻ 11 വയസ്സും പുള്ളിക്ക് 12 വയസ്സുള്ള സമയത്ത് 32 വർഷം മറുവക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുള്ളി പാടുകയും ഞാൻ പ്രസംഗിക്കുകയും ചെയ്തു. When I was 11 years old and he was 12 years old, about 32 years ago, in a land in Kerala, that he would sing and I would preach. 30 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ കാൻബറയിൽ AUPC കോൺഫറൻസിൽ ഞാൻ പ്രസംഗിച്ചു, പുള്ളി പാടി. 30 years later, in a conference in Australia, he sang and I preached. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു. And last week we did the same thing. ഇപ്പം നാട്ടിൽ പോയിട്ട് ഞാൻ ഒക്ടോബറിൽ റീജിയണൽ കൺവെൻഷൻ IPCയുടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഇത് തന്നെ നടക്കും, കർത്താവിന്റെ വരവ് താമസിച്ച്. In October, if the coming of the Lord tarries, we would be doing the same thing again at a conference there. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ദൈവാസനെ കണ്ടു. When that meeting was done, I met a man of God. ഒരു പക്ഷേ അറിയാം, ഈ ചെറിയാൻ കോതഗിരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, പുള്ളിയുടെ മോന അവിടുത്തെ പാസ്റ്റർ. There was a writer and that man of God was a son. പെന്തക്കോസ്ത് ചരിത്രവുമായി ഭയങ്കര ബന്ധമുള്ള ഒരു കുടുംബം. And that family has a great connection with Pentecostal history. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ലോർഡ്സനും കൂടെ തോന്നി. ഞങ്ങളത് ക്യാമറയിലൊക്കെ എടുത്തു, അതിന് യൂട്യൂബിൽ ഇടും. അന്നേരം ഇത് പറഞ്ഞു വന്നപ്പോൾ ഈ അച്ചായൻ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. So we felt like we want to interview that man of God, and there was something that he mentioned. ഇദ്ദേഹത്തിന്റെ വല്യമ്മ 103 വയസ്സിലാണ് മരിച്ചത്. His grandmother went to be with the Lord at the age of 103. 96 വയസ്സിൽ കട്ടിലേന്ന് വീണ് കൈയൊടിഞ്ഞു. At the age of 96, she fell down from the bed and broke her hand. ഇവിടെ വച്ചാ ആശുപത്രി കൊണ്ടുപോയി. And they took her to the hospital. ഡോക്ടർ എക്സ്റേ എടുത്തേച്ച് പറഞ്ഞു, തോൾ ഊരിപ്പോയിട്ടുണ്ട്, എല്ല് 2 ഒടിഞ്ഞിട്ടുണ്ട്, സ്റ്റീൽ ഇടണമെന്ന് പറഞ്ഞു. And the doctors took an x-ray and saw that the shoulder is dislocated and the bones were broken. അമ്മച്ചി പിള്ളേരോട് പറഞ്ഞു, 14 വയസ്സിൽ ഞാൻ യേശുവിന് ഹൃദയം കൊടുത്തതാ. And Amachi said that I gave my life at the age of 14 to Jesus. രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുക. And I still believe in faith healing. എൻ്റെ കയ്യെ കമ്പിയിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. That I won't let my hand go through surgery. ഡോക്ടർ എഴുതി മേടിപ്പിച്ചു. The doctor said. എഴുതി മേടിപ്പിച്ചു. And he took a written note. തിരിച്ച് അമ്മച്ചി വീട്ടിൽ വന്നു. And then the Amachi went back home. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും നീര് കൂടി വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതായി. And on the 3rd day, the swelling increased and the pain increased. രാത്രി അമ്മച്ചി എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് പറഞ്ഞു. And at night, Amachi stood and prayed to the Lord. 96 വയസ്സായി, ജീവിച്ച് കൊതി തീർന്നു, ഒന്നുകിൽ ഇപ്പം എന്നെ എടുത്തോണം, അല്ലെ എനിക്ക് സൗഖ്യം തരണം. That I'm 96 years old, I have lived my full life, either you take me or give me a healing. അമ്മച്ചി ഉറങ്ങി. And Amachi slept. പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോയി. She slept as she was praying. രാവിലെ അമ്മച്ചി ബൈബിളും പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നു. In the morning, Amachi carried her Bible in her hand and came down. ഇവർ അമ്മച്ചിയെ കൊണ്ട് ആശുപത്രി പോയി. They went to the hospital with Amachi. ഡോക്ടർ എക്സ്റേ എടുത്തു. And the doctors carried another x-ray. 2 എക്സ്റേ കൊണ്ട് വന്നേച്ച് ഡോക്ടർ ആദ്യം ചെയ്തത് അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തി അമ്മച്ചിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. And both the x-rays were kept and the doctor bowed before Amachi and said, pray for me. സായിപ്പ് ഡോക്ടർക്ക് വേണ്ടി അമ്മച്ചി മലയാളത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു. And for that white doctor, Amachi prayed in Malayalam. ഇതാ പെന്തിക്കോസ്. That's Pentecost. ഞങ്ങൾ ഈ ചുമ്മാതെ കൈയടിക്കുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. I'm not merely talking about clapping hands. മക്കളെ, ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവം പറയാം. I want to share my experience with you. 11 വയസ്സിന് മുമ്പ് എനിക്ക് 2 ഭയമായിരുന്നു. 11 വയസ്സിന് മുമ്പ് എനിക്ക് 2 ഭയമായിരുന്നു. There were 2 fears in my life before the age of 11. ഒന്ന്, മരണവീട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. One, I was fearful about death. ആത്മഹത്യ എങ്ങാനും ഞങ്ങളുടെ നാട്ടിൽ നടന്ന എൻ്റെ അച്ഛൻ 2 മാസം ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. If there was any suicide in that land, I wouldn't sleep for the next 2 months. പിന്നെ എൻ്റെ പേടി എന്ന് പറയുന്നത്
ഈ ആളുകളെ ഫേസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. The next fear was that I couldn't face people. ഞാൻ ജനിച്ചതേ പെന്തിക്കോസില. I was born into a Pentecostal അതുകൊണ്ട് faith. തന്നെ പെന്തിക്കോസുകാർ ഈ സാക്ഷ്യം വാക്യങ്ങൾ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുമല്ലോ. And in Pentecostal churches, we see that children would stand and give testimony. ഞാൻ വാക്യം പഠിക്കുമായിരുന്നു. I would learn the verses. പക്ഷേ പറയാൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആളുകളെ കാണുമ്പോൾ പഠിച്ചത് മറന്നു പോകുമായിരുന്നു. But then when the time came to recite the verses, I would forget it. ഈ ആളുകളുടെ ചിരിയൂടെ കാണുമ്പോൾ തന്നെ അപമാനിതനായി പോയിരിക്കുമ്പോൾ And when I would hear them laughing, I would be very ashamed. കുഞ്ഞൊക്കെ എത്ര മനോഹരമായിട്ട് പാടിയത്. But then children sung so beautifully. ഞാൻ 11 വയസ്സിന് മുമ്പ് ഒരു മൈക്കയിലും തൊട്ടിട്ടില്ല. But before the age of 11, I wouldn't take any mic into my hand. പക്ഷേ ഇതുപോലൊരു യോഗത്തിൽ വെച്ച് But then as the service was, there was another service at that time. പരിശുദ്ധാത്മാവെന്നെ തൊട്ടു. The Holy Spirit touched me. 5 മണിക്കൂർ ഞാൻ അന്യഭാഷയിൽ കിടന്ന് ആത്മാവിൽ ആരാധിച്ചു. For the next 5 hours, I was worshiping in tongues. അന്ന് രാത്രി ദൈവം എനിക്ക് പ്രവചനവരം തന്നു. At that night, the Spirit anointed me with the gift of prophecy. ആദ്യം ഞാൻ പ്രവചിച്ചത് എൻ്റെ പിതാവിനോടാ. And I prophesied to my father. അന്ന് എൻ്റെ അപ്പൻ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. And my father committed himself to serve the Lord. ജോലി വിട്ടു കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. He left his work and began to serve the Lord. അതിന്റെ 3-ാമത്തെ ദിവസം ഞങ്ങളുടെ ദൈവദാസൻ ആത്മനിയോഗത്തിൽ പറഞ്ഞു, ഇന്ന് പ്രസംഗിക്കുന്ന ദൈവദാസനെ ഞാൻ പരിചയപ്പെടുത്തുന്നു, പേര് അനീഷ് എന്നാണ്. അന്ന് ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ചതാ. And after 3 days, the man of God of our church was inspired to ask me to preach and said the new preacher is Pastor Anish or Brother Anish. ഗ്ലോറി ഇറങ്ങിയ പിന്നെ If the glory descends, ശലോമോന്റെ കാലത്ത് ഇത് സംഭവിച്ചതാ. it happened at the time of Solomon. അടുത്തത് ഇത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പൊളിച്ചു കഴിഞ്ഞ് And when Nebuchadnezzar king of Babylon destroyed that temple, ഒരു സാധാരണക്കാരനെ കൊണ്ട് ദൈവം അത് പണിയിപ്പിക്കുക. God is rebuilding the temple through common men. അതാരാണ്? And who is that? അയാളുടെ പേര് സെരുബാബേൽ എന്നാ. His name is Zerubbabel. എന്താ ഈ സെരുബാബേലിനുള്ള ക്വാളിറ്റി എന്താ? And what is the quality of Zerubbabel? ഒരു ക്വാളിറ്റി ഇല്ല. There's no quality. ശലോമോൻ ഇത് പണിതത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. We know how Solomon built that temple. നിങ്ങൾ വായിച്ചു നോക്കിക്കോണം. 1 ദിനവൃത്താന്തം 22-ന്റെ 5-ാമത്തെ വാക്യം. 1 Chronicles 22 verse 5. 1 ദിനവൃത്താന്തം 22-ന്റെ 5-ാം വാക്യം. 1 Chronicles 22 verse 5. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആകയാൽ താൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുവെന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പ് ധാരാളം വട്ടം കൂട്ടി. And he said, therefore I will make preparations for it. So David made extensive preparations before his death. ആലയം പണിയാനുള്ള സകല സംഗതിയും ദാവീദ് വട്ടം കൂട്ടി. And David had prepared everything for the building of the temple. എന്തോ വട്ടം കൂട്ടിയതെന്ന് വായിച്ചു നോക്കിയേ. 14-ാം വാക്യം മുതൽ വായിച്ചു നോക്കിയേ. Verse 14 says what those preparations were. 1,00,000 താലന്ത് പൊന്ന്. It says 100,000 talents of gold. ഒരു താലന്ത് എന്ന് പറയുന്നത് 34 കിലോയാണ്. In 1 talent is about 34 kilograms. 1,00,000 താലന്ത് പൊല്ലെന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് നിങ്ങൾ നോക്കിക്കോണം. And you can imagine 100,000 talents of gold, how heavy that would be. 10,00,000 താലന്ത് വെള്ളി. 1,000,000 talents of silver. പിന്നെ താമരവും ഇരുമ്പും അത് പെരുപ്പം നിമിത്തം തൂക്കാൻ പറ്റാത്തതുപോലെ ഉണ്ടായിരുന്നു. And bronze and iron too great to be weighed. പിന്നെ കല്ല് തടി. And wood and stone. അതിനപ്പുറത്ത് 1 രാജ 5-8 തന്റെ ഫ്രണ്ട് ആയിരിക്കുന്ന ഹീരാം എന്ന് പറയുന്ന രാജാവ് ദേവദാരു സരളമരം പണി, അതുപോലെ തന്നെ ഈ സോരിയും ഇഷ്ടം പോലെ പണിക്കാര്. And then his friend Hiram in 1 Kings chapter 5 provided a lot of wood and cedar wood for the building. പിന്നെ 1 ദിനവൃത്താന്തം 5-13 ഇസ്രായേൽ ജനം മനഃപൂർവ്വമായിട്ട് ദാനങ്ങള് പിന്നെ ജോലിക്ക് അവര് തന്നെ തയ്യാറായി. അതുപോലെ തന്നെ അവർക്കുള്ള എല്ലാ അവര് മേൽനോട്ടം വഹിക്കാൻ തയ്യാറായി. And in 1 Chronicles chapter 5 we read the people of Israel donated a lot of resources and wealth for the building of the temple. ഇതിലെല്ലാം അപ്പുറത്ത് 1 രാജാക്കന്മാർ 7-13 അത് ഭയങ്കര ഒരു കാര്യമാണ്. 1 രാജാക്കന്മാർ 7-13 അത് ഹീരാം എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിനെ, ഒരു ബിൽഡറിനെ സോരിൽ നിന്ന് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുക, സലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ അപ്പനോ സൂര്യനായ ഒരു മൂശാരിയത്രേ. അവൻ താമരം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യമുള്ളവനായിരുന്നു. അപ്പം നല്ല ഒരു കോൺട്രാക്ടറെ കിട്ടി. And in 1 Kings 7 verse 13 says that King Solomon found a great contractor named Huram, who was a very skilled craftsman and able to do everything. ഇത്രയും കിട്ടിയ ശലോമോനൊന്നല്ല,
എനിക്കും പണിയാൻ പറ്റും. If not only Solomon, I can do a good build a good temple if I had all these ഞാൻ resources. സെരുബാബേലിനോട് ചോദിച്ചു, പണിയാൻ വന്നപ്പോ നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? So then I asked Zerubbabel, what did you have when you started building പുള്ളി the പറഞ്ഞു, temple? കുറെ ശത്രുക്കളുണ്ട്, He said, a lot of enemies. പിന്നെ ഒന്നും നടക്കത്തില്ലെന്ന് പറയാൻ കുറെ പേര് എന്റെ കൂടുണ്ട്. And then I have a few people with me telling me nothing would happen. 15 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. And it is a project that has stayed incomplete for 15 years. പിന്നെ കയ്യിൽ രണ്ടറ്റം കൂട്ടിമുട്ടിച്ച കൂടാത്തതുപോലെ കുറവുള്ള റിസോഴ്സസും ഉണ്ടായിരുന്നു. And then there are a lot of incomplete resources with me. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ ഈ പണി നടന്നത്? And then I asked, how did the work അപ്പൊ complete? പുള്ളി പറയാ, ദൈവത്തിന് പണിയാൻ ഇതൊന്നും വിഷയമല്ലല്ലോ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ഉറക്കെ പറ, ദൈവത്തിന്റെ. Then Zerubbabel said, God doesn't need any of this to build a temple. It's not by might, it's not by power, but by the Spirit of God that the work of the Lord will be done. ഉറപ്പുള്ളവരൊക്കെ ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചോന്നേ. Can we praise the Lord this morning? ഇന്ന് പകല് നിന്റെ കൊണ്ട് ദൈവം ചിലത് ജയിക്കാൻ പോകുകയാ. God is able to do something through you. കുഞ്ഞെ, നിന്നെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുകയാ. God is willing to anoint you. Amen. Hallelujah. ഈ ദൂത് നിങ്ങളോടൊന്ന് ഏറ്റെടുക്കാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? Would you be able to receive this message this morning? എനിക്കറിയത്തില്ല, ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശക്തമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുക. നീ ചിലത് പണിയാൻ പോകുന്ന കാലമായത്. This is a time where you are going to build something for the Lord. ഈ സഭയിൽ ചില കുടുംബങ്ങൾ ചിലത് പണിയാൻ പോവാ. Certain families are going to build something in the church. ഞാനിങ്ങനെ ഈ സബ്ജക്റ്റ് വിട്ട് ഒരിക്കലും പ്രസംഗിക്കാറില്ല. I'm not someone who would move out of the subject of the പക്ഷേ sermon. ഇന്ന് പകൽ ഇവിടെ വന്ന് നിൽക്കുമ്പോ ശക്തമായി ദൈവാത്മാവിനോട് പറയുന്നു. But this morning the Spirit of God is telling me something very specifically. ചില കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവം പണിയിക്കാൻ പോകുകയാ. God is going to use some children for His name. ഒന്ന് ദിനവൃത്താന്ത 7-ാം അധ്യായത്തിൽ എഫ്രൈമിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞു വരുമ്പോ, In 1 Chronicles chapter 7 we see the children of Ephraim. ഒരു ഷേരെ കുറിച്ച് പറയുന്നുണ്ട്. There was a man named Sher. ഒരു പൈതലിനെ കുറിച്ച് പറയുകയാണ്. And we hear about a son over there. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. And we're going to look into it. ഒന്ന് ദിനവൃത്താന്ത 7:20 മുതൽ പറഞ്ഞു വരുന്നത് എഫ്രൈമിന്റെ കുടുംബത്തിന്റെ ചരിത്രമാ. In 1 Chronicles chapter 7 verse 20 we read the genealogy of Ephraim. എഫ്രൈം ആരാന്ന് നമുക്കറിയാം. We know who Ephraim was. അബ്രഹാം, Abraham, ഇസഹാക്ക്, Isaac, യാക്കോബ്, Jacob, യാക്കോബിന്റെ പ്രിയപ്പെട്ട മകൻ യോസഫ്. and then Joseph, the beloved son of Jacob. യോസഫിന് 2 പിള്ളാര്. And Joseph had 2 sons. ആരൊക്കെയാ? മനശ്ശെ, എഫ്രൈമും. Manasseh and Ephraim. ആരാ മൂത്തത്? Who is the older one? മനശ്ശെയാ മൂത്തത്. Manasseh was the older one. വല്യപ്പച്ചന്റെ അടുക്കൽ അനുഗ്രഹം കൊടുക്കാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക. And they were brought to the grandfather for blessing. സാധാരണ വലത്തേക്ക് ആരുടെ മേലാ വെക്കേണ്ടത്? Normally where would you lay your right hand on? മൂത്ത മോന്റെ മേലാ വെക്കേണ്ടത്. Upon the older son. അപ്പച്ചൻ എന്നാ എടുത്തു? What did Appachan do? കൈ പിണച്ചു വെച്ചു. He crossed his hands. ഇന്നത്തെ ആരാധനയിൽ പ്രതീക്ഷിക്കാത്ത ചിലരുടെ മേൽ ദൈവത്തിന്റെ കൈ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. Certain unexpected people are going to receive the hand of God coming upon them. ചിലർ എഴുതി തള്ളിയതിന്റെ മേൽ ഇന്ന് പകൽ ദൈവം കൈവെക്കുന്ന പകലാന്ന് എനിക്ക് ഉറപ്പാ. Certain things rejected by men will be counted for by God. ഞാൻ അവിടുന്ന് ഇവിടുന്നും പറയുകയല്ല, ഇന്ന് പകൽ ഒരു അത്ഭുതം ഇതിനകത്ത് നടക്കാൻ പോകുകയാ. I'm not merely speaking, but God is doing a miracle among us this morning. Hallelujah. കൈ പണച്ചു വെച്ചു. And he crossed his hands. യോസഫ് കൈ മാറ്റാൻ ശ്രമിച്ചു. And Joseph tried to move the hand back. പക്ഷേ അപ്പച്ചൻ പറഞ്ഞു, കൈ മാറ്റാൻ പറ്റത്തില്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. And grandfather said, I cannot move my hand back, this is the plan of God. ആര് മാറ്റിയാലും ഇന്ന് പകൽ കൈ മാറത്തില്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. No matter whoever tries, the hand won't move because this is the plan of God. ആര് തട്ടി മാറ്റിയാലും ഇന്ന് പകൽ നിന്റെ മേലൊരു ദൈവിക സ്പർശനം നടക്കാൻ പോകുകയാ. No matter who tries to change it, it won't change because God's hand is upon you. Hallelujah. Amen. Jesus. Hallelujah. Thank you, Jesus. അപ്പച്ചൻ കൈ വെച്ചു. The grandfather laid his hand. ഈ കൈ വെച്ചത് കൊണ്ട് ഒന്ന് വാക്യം ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ഇട്ട് നോക്കിക്കേ. Maybe you want to look into that verse. മനുഷ്യൻ കൈവച്ചാൽ ജീവിതം മാറത്തില്ല. If a man lays his hand upon us, lives won't change. ദൈവം കൈവച്ചാലേ ജീവിതം മാറത്തുള്ളൂ. But God can change lives. ഒന്ന് ദിനവൃത്താന്ത 7-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം. 1 Chronicles 7 verse 20. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്?
What does it say? ഞാൻ വായിപ്പിക്കാത്തത് തെറ്റണ്ടാന്നും കണ്ട. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂതലേഖ, അവന്റെ മകൻ ബേരത്, അവന്റെ മകൻ തകത്ത്, അവന്റെ മകൻ എലേദ, അവന്റെ മകൻ തകത്ത്, അവന്റെ മകൻ സബാത്ത്, അവന്റെ മകൻ ശൂതലേഖ, ഏസർ, എലേദ എന്നിവർ ആ ദേശത്തെ ഗത്തിരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് ഗത്തിരവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രൈം ഏറെ നാൾ അവരെ കൊണ്ട് വിലപിച്ചുകൊണ്ടിരുന്ന അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചത് കൊണ്ട് അവന് ബെരിയാവെന്ന് പേരിട്ടു. വായിക്കേണ്ട പാസ്റ്ററെ, എത്ര പിള്ളേരുണ്ടെന്ന് പറയാമോ? How many children are there? തപ്പണ്ട്. ഇപ്പം തപ്പിയാ കിട്ടത്തില്ല. ഞാൻ 4 മണിക്കൂർ തപ്പിയാ ഇവിടെ വന്ന് നിൽക്കുന്നേ. And if you try to search right now, you won't be able to find it. I searched for 4 hours. ഞാൻ പറയാം. Let me tell you. തെറ്റാണെങ്കിൽ പാസ്റ്റർ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ട്, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. If it is wrong, Pastor has my number. You can correct me later. എഫ്രൈമിന് 4 ആൺപിള്ളാര്. Ephraim has 4 sons. ആരൊക്കെയാ? Who are they? ഒന്നാമത്തവന്റെ പേര് ശൂതലേഖ. The firstborn is Shuthelah. രണ്ടാമത്തവന്റെ പേര് ഏസർ. The second is Ezer. മൂന്നാമത്തവന്റെ പേര് എലേദ. The third is Elida. നാലാമത്തവന്റെ പേര് ബെരിയാവ്. And the fourth is Beriah. അപ്പൊ പാസ്റ്റർ പിന്നെന്നതിന് ഇത്രയും പിള്ളേരുടെ പേര് വേറെ എഴുതിയിരിക്കുന്നത്? And then why are the other names mentioned? അത് ശൂതലേഖയുടെ പിള്ളേർ. They are the sons of Shuthelah. ശൂതലേഖന്റെ 6 പിള്ളേര്. Shuthelah had 6 sons. ശൂതലേഖന്റെ മകൻ ബേരത്. Shuthelah's son Bered. ബേരതിന്റെ മകൻ തകത്ത്. His son Tahat. തകത്തിന്റെ മകൻ എലേദ. His son Eleda. എലേദയുടെ മകൻ തകത്ത്. His son Tahat. അവന്റെ മകൻ സബാദ്. His son Zabad. അവന്റെ മകൻ ശൂതലേഖ. And his son Shuthelah. അപ്പൊ ശൂതലേഖ 6 പിള്ളേരും. ആ ചാപ്റ്റർ മറിച്ച് And as the chapter is closed, പോട്ടതങ്ങ് പോട്ട്, നിങ്ങളുടെ തലയ്ക്കകത്തൊന്ന് പോട്ട്. ശൂതലേഖ 6 പിള്ളേരും. and let Shuthelah and his sons be gone from your mind. പിന്നെ വരുന്ന 2 അവന്മാരാണ്. And then the next 2 comes. ആരൊക്കെയാണ്? Who are they? ഏസർ, എലേദ. Ezer and Eliad. ഉറക്കെ പറഞ്ഞേ. ഇരട്ട പിള്ളേരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. And I doubt if they are twins. പക്ഷേ അങ്ങനെ തെളിവില്ല. But we don't have any evidence. ഇരട്ട പിള്ളേരല്ലേലും വലിയ പ്രായ വ്യത്യാസം ഇല്ല. And even though they might not be twins, might not be very far from each other in age. യുവമാരുടെ പണി എന്താ? What do they do? യുവമാരുടെ പണി എന്താ? What's their occupation? അതാ മോഷണം. അത് തന്നെ വല്യപ്പൻ അതാ ഈ പാരമ്പര്യം കൂടുന്നതിനനുസരിച്ച് ശാപം കൂടത്തേ ഉള്ളൂ. They were robbers. They would steal livestock. And as the generations pass, curse also increases. നാട്ടുകാരുടെ കന്നുകാലികളെ കൊന്നുകളഞ്ഞു. They would seize and kill the livestock of others. Unexpected loss. Unexpected loss. സ്വപ്നം ഇല്ലാതാവുക. Vision is being lost. പ്രതീക്ഷിക്കാതെ കയറി വന്ന ദുരന്തത്തിനകത്ത് അപ്പൻ ഇരുന്നു പോയി. And the calamity that came unexpectedly, father sat in it. അല്ലെങ്കിൽ ഇരുത്തിക്കളയാൻ ഒരു രോഗമോ ഒരു പ്രശ്നമൊക്കെ മതിയല്ലോ, ഒരു മരണമൊക്കെ മതിയല്ലോ. A death, something unfortunate might happen, and we would just sit there. ഈ സമയത്ത് സഹോദരന്മാരെ ആശ്വസിപ്പിക്കാൻ വന്നു. And here the brothers come to console ഈ him. കൂട്ടത്തിൽ ആരും വന്നു? മനശ്ശേ വന്നു. And Manasseh also came along with him. മലയാളിയുടെ ഒരു ചെറിയ സ്വഭാവം ഇല്ലായിരിക്കത്തില്ലല്ലോ. And there might be some Malayali character in him. പുള്ളി പറഞ്ഞപ്പോ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. And he said in his heart. അന്നേ ഞാൻ ഓർത്തതാ, വല്യപ്പനെ വക്രിച്ചത് ഉണ്ടായിരുന്നതെല്ലാം പിടിച്ചു പറിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനൊക്കെ വരത്തുള്ളതെന്ന്. And he thought that when you grabbed onto the blessing of the grandfather, I thought this would come upon you. എൻ്റെ അച്ഛ ഈ പുള്ളി ഇരുന്നു പോയി. എഫ്രൈം ഇരുന്നു പോയി. Ephraim sat down. ഇരുന്നു പോയി. He was stunned. പക്ഷെ ഇന്ന് പകൽ ഇരുന്ന ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നുള്ളതാ എന്റെ വിഷയം. But God is able to raise someone who just sat down because of the situation. ഇരുന്നു പോയവന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക. And here is Ephraim who mourned, but then someone gives a birth over there. പേരെന്താ? What's his name? ബെരിയാവ്. His name is Beriah. ബെരിയാവിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? What's the meaning of Beriah? അനർത്ഥം, misfortune. സ്വന്തം കുഞ്ഞിന് ആക്സിഡന്റ് എന്ന് പേരിടുന്ന ഏതെങ്കിലും അപ്പനുണ്ടോ? Is there any father who would name his son accident or ശാപം misfortune? കേറി വന്ന പിന്നെ വായി വരുന്നതെല്ലാം പേരാ. If curse occurs, then whatever comes through our mouth will be cursed. ദുരന്തത്തിനായി തീരുന്നു പോയ ഒരു കുടുംബം. A family that sat down in front of a misfortune situation. പക്ഷേ ആ കുടുംബത്തെ കർത്താവ് തൊടുക. But God touches them. എവിടാ തൊട്ടത്?
Where did God touch them? ഒന്ന് വായിച്ചോ 24-ാമത്തെ വാക്യം. Verse 24. അവന്റെ മകൾ ശേര, His daughter was Shira, അവൾ താഴത്തെയും മേലത്തെയും ബെത്ഹോരോനും ഉസ്സയേൽ ശേരയും പണിതു. who built lower and upper Beth Horon as well as Uz and Shera. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. Can we all say it together? She built. ഉറക്കെ പറ. Can we say it loudly? ശബ്ദം ഉയർത്തി പറ. Can we say it loudly? എന്റെ കുഞ്ഞ് പൊളിക്കുന്ന കുഞ്ഞല്ല, എന്റെ കുഞ്ഞ് പണിയുന്ന കുഞ്ഞാ. My daughter won't be someone who breaks but builds. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രവചിക്കാൻ പറ്റും? How many of us can prophesy looking at our children? പിടിച്ച് ഉറക്കെ പറ. എന്റെ തലമുറ ചില പുരാതന ശൂന്യങ്ങളെ, that my children will build certain desolate places. ഞാൻ അവിടുന്ന് ഇവിടുന്നും പറയുകയല്ല, കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുകയാ, ഈ സഭയ്ക്കകത്ത് ചില തലമുറ പണിയാൻ പോകുകയാ. The children in this church will build desolate places. പണിയുന്ന തലമുറ, പണിയുന്ന തലമുറ. A generation that builds for the Lord. ബെരിയാവ് വരികയാ. Beria comes. ബെരിയാവിന്റെ മകനായിട്ട് രേഫഗ് വരികയാ. And son of Beria was Rephet. രേഫഗിന്റെ മകനായിട്ട് രേശഫ് വരികയാ. And son of Repha was Resheph. രേശഫിന്റെ മകനായിട്ട് തേലഗ് വരികയാ. And his son Taylor. തേലഗിന്റെ മകനായിട്ട് തഹൻ വരികയാ. And his son Tahan. തഹന്റെ മകനായിട്ട് ലാദൻ വരികയാ. And his son Laden. അവന്റെ മകനായിട്ട് അമ്മീഹൂദ് വരികയാ. And his son Ammihud. അമ്മീഹൂദിന്റെ മകനായിട്ട് എലീശാമ വരികയാ. And his son Elishama. ഒമ്പതാമത്തെ തലമുറയിൽ ഒരു നൂൻ ജനിക്കുകയാ. And the 9th son is Nun. അയാളും അടിമത്തത്തിലാ ജനിച്ചത്. And he was also born in slavery. നൂൻ ഒരു കുടുംബജീവിതം ഉണ്ടായി. And Nun has a family. ആ കുടുംബത്തിൽ ഒരു കൊച്ചുണ്ടായി. And there was a son to Nun. നൂൻ അതിനൊരു പേരിട്ടു. And Nun named his son. എന്താ പേരിട്ടത്? What's the name? യഹോശുവ. Joshua. ഇവന്റെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും. That we will find rescue in his generation. എത്ര ദൈവമക്കൾ പറയും, എന്റെ തലമുറയുടെ കാലത്ത് ഞാൻ രക്ഷപ്പെടും? How many of us can say in faith that I will find rescue in the generation of my children? മോശ പറഞ്ഞു ചുമ്മാതെ രക്ഷപ്പെടത്തില്ല. Moses said not so. സംഖ്യ 13:16 മോശ അവന്റെ മേൽ കൈവച്ചു. And Moses put his hands upon him. ഇന്ന് പകൽ അഭിഷക്തന്റെ കൈവപ്പ് നിന്റെ തലമുറയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of us believe that the laying hands of the anointed is a blessing for my family? ആ തലമുറയിൽ ഒരു യോശുവ എഴുന്നേൽക്കുകയാ. And in that generation Joshua rises. അമാലേക്കരെ തകർക്കുന്ന, അമോനിയരെ തകർക്കുന്ന, അന്ധകാരത്തിന്റെ ആധിപത്യത്തെ തകർക്കുന്ന, ദൈവരാജ്യത്തിനകത്ത് ചിലത് വീതിച്ചു കൊടുക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. God is raising a generation that will destroy the powers of Amalekites, who will destroy the powers of Amorites, and would give the blessings of the Lord to his people. Hallelujah. യുദ്ധം ചെയ്യുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. God is raising a generation that will battle for the Lord. പണിയാൻ പോകുകയാ. And they are going to build for the Lord. അവര് ചിലത് പണിയാൻ പോവുക. They are going to build something up. സൈന്യത്താൽ അല്ല, not by might, ശക്തിയാൽ അല്ല, not by power, ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ. but say it loudly. എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹമുണ്ട്? How many of us have this desire? അടയാളമാകണ്ട. I do not want to be limited to a sign. അനുഗ്രഹമായി മാറണം. I want to be a blessing. എനിക്ക് ചിലത് പണിയണം. I want to rise and build something up. ശബ്ദം ഉയർത്തി പറ. Can we lift our voices and say, I want to build something up? Hallelujah, in the name of Jesus. ഡാളസ് ഏജ് ചർച്ചിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ. And there is only one message I want to convey to AG Dallas. ഇതിനകത്ത് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്നു. God is raising a generation. പൊളിക്കുന്നവരായിട്ടല്ല, പണിയുന്നവരായിട്ട്. Not as ones who destroy, but as ones who build. എത്ര പേർക്ക് ഉറപ്പുണ്ട്? How many of us can believe? Hallelujah. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിക്കട്ടെ. Let me complete what I want to say. ഈ ശലോമോന്റെ കാലത്ത് The time of Solomon, തേജസ് ഇറങ്ങി. glory descended. സെരൂബാബേൽ ആത്മാവിനെ കൊണ്ട് പണിതു. And Zerubbabel built the temple in spirit. പക്ഷെ ഇതിപ്പം ഹെരോദാവ് പണിതിരിക്കുക. But this temple was built by Herod. ഹെരോദാവ് പണിതത് ആത്മാവ് കൊണ്ടൊന്നുമല്ല. Herod did not build it by the Spirit of God. അയാൾ പുതുക്കി പണിതത്
കച്ചവട കണ്ണുകൊണ്ട് പണിതതാ. He renovated it with the perspective of business. പുള്ളിക്ക് ഇത് തീർത്ഥാടന കേന്ദ്രമാ. For him, it is a business center. സഭയുടെ ഏറ്റവും വലിയ അപകടം ഇവിടെയാ നിൽക്കുന്നത്. And this is the greatest tragedy of the church. പലർക്കും ഇതൊരു കച്ചവടമാ. For many, this is a business center. അഭിഷേകത്തിൽ പണിത കാലം കഴിഞ്ഞിട്ട് പലരും കച്ചവടമാക്കി ഇതിനെ പണിയുക. Age where things were built through anointing were done, now it is business. ഇതിനകത്തൊരുത്തം പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. And now someone is serving the Lord within this temple. എന്നെ കഷ്ടമല്ലേ? It is a tragedy. ഒരു ഭയങ്കര കഷ്ട. It is a sad situation. വല്ലതും നടക്കുന്നുണ്ടോ? Are things happening? അച്ഛാ, ആസ് യൂഷ്വൽ എല്ലാ ദിവസവും കുറെ കാര്യം ഒരുപോലെ നടക്കും. As usual, things would come and go. പക്ഷേ But ഈ ആലയത്തോട് ദൈവത്തിന് ഒരു കരുണയുണ്ട്. God has a mercy on this temple. ഈ മനുഷ്യൻ ഒരിക്കൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കും. And as this priest was burning incense in the presence of God, ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് and right next to the place of incense, ആര് വന്നു നിന്നു? who stood? പറ. Angel stood. അയാള് പറയാ, And the angel said, എന്റെ അപ്പൻ ദൂതനെ കണ്ടിട്ടില്ല. my father has not seen an angel before. എന്റെ വല്യപ്പൻ ദൂതനെ കണ്ടിട്ടില്ല. My grandfather has not seen an angel before. എന്റെ അപ്പനും വല്യപ്പനും ഒന്നും കാണാത്തത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. What my father did not see, what my grandfather did not see, I saw with my eyes. ഞാൻ ഒരു ദൂതനെ കണ്ടവനാണെങ്കിൽ, If I have seen an angel of the Lord, ഞാൻ കണ്ടതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി എന്റെ തലമുറ കാണുമെന്ന് പറയാൻ ഉറപ്പുള്ള, my children will see greater things than what I have seen. ഞാൻ കണ്ടതിനെക്കാട്ടി വലിയ ഒരു ഉണർവ് എന്റെ തലമുറ കാണുമെന്ന് പറയാൻ ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of us can confidently say that my children will see a greater revival than I have seen? ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ പോകുകയാണ്. I'm going to conclude my words ഇന്ന് over പകൽ here. ഞാൻ കണ്ടതിനെക്കാട്ടി വലിയ ഒരു ഉണർവ് എന്റെ തലമുറയുടെ കാലത്ത് നടക്കുമെന്ന് പറയാൻ ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് How many of us can ഇരിപ്പുണ്ട്? confidently say that my children will experience a greater revival than my generation did? ഓ, വാ തുറന്ന് പറ, വാ തുറന്ന് പറ. Open your mouths and confidently ഈ confess. ചർച്ചിനെ അടുത്ത ലെവലിലോട്ട് ദൈവം നടത്താൻ God പോകുകയാണ്. is taking this church to a new ഒരു level. നോർമൽ ലൈഫിലേക്ക് ചിലതിനെ എത്തിക്കത്തില്ലെന്ന് പറയുന്ന ചില ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം തകരാൻ പോകുകയാണ്. Certain powers of the enemy that contend against the families to return to normalcy are being broken in the name of Jesus. ഞാൻ സത്യത്തിൽ ഈ വചനം എടുത്തത് 84 സങ്കീർത്തനം എടുത്തത് When I took Psalm 84, ആലയത്തിലെ ഭാഗ്യത്തെ കുറിച്ച് പറയാനായിട്ടാ. I was going to speak about the beauty of the temple, കോരഹ് പുത്രന്മാർക്ക് കിട്ടിയ ഭാഗ്യം, the forge or the blessedness that came upon sons of Korah, കുരികിലിന് കിട്ടിയ ഭാഗ്യം, the blessedness that was upon the sparrow, മീവൽ പക്ഷിക്ക് കിട്ടിയ ഭാഗ്യം, the blessedness that was upon the swallow, സഭയ്ക്ക് കിട്ടിയ ഭാഗ്യം. the blessedness upon the church. 4 ഭാഗ്യം പറയാനാണ് ഞാൻ ആ വാക്യം എടുത്തത്. And I took that verse to speak about these 4 blessedness. അത് പിന്നൊരിക്കൽ പറയാം. Maybe I'll speak about it next time. പക്ഷെ ഇന്ന് പകൽ എന്നോട് ദൈവം പറഞ്ഞത്, But this morning, God spoke to me. അടയാളമാകുന്ന അനേക പെന്തിക്കോസുകാരുടെ മുമ്പിൽ Pentecostals who have remained as a sign. നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ഒരു അനുഗ്രഹമാക്കാൻ ദൈവം Before ആഗ്രഹിക്കുന്നു. them, God wants to turn you into a blessing. നിങ്ങൾ ചിലത് പണിയാൻ പോകുകയാ. You are going to build something up. നിങ്ങളിലൂടെ ചിലത് പണിയാൻ പോവാ. God is going to build something through you. ഡാളസ് പട്ടണത്തിൽ ഒരു ആത്മീക സംസ്കാരം നൽകാൻ ദൈവം നിങ്ങളെ നിയോഗിക്കാൻ പോകുകയാ. God is going to bring about a spiritual culture in the city of Dallas through this church. കണ്ണടച്ചോ, കണ്ണടച്ചോ, കണ്ണടച്ചോ. Can we all close our eyes? അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. Can we pray for some ഈ time? ദൂത് മനസ്സിലായ In the എത്ര name പേര് of ഇതിനകത്ത് Jesus. ഇരിപ്പുണ്ട്? How many of us understood this message ഈ this ദൂത് morning? മനസ്സിലായവരൊന്ന് കരം ഉയർത്തിപ്പിടിച്ചേ. If you understood these words of prophecy, raise your എന്നോട് hands. ദൈവം ഇടപെട്ടതെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of us know that God spoke to us this നിന്നെ morning? കൊണ്ട് ദൈവം പണിയിക്കാൻ പോകുകയാ. God is going to build it through you. നിന്റെ തലമുറയെ കൊണ്ട് ദൈവം പണിയിക്കാൻ പോകുകയാ. Through your children, God is going to build something up. Hallelujah. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഇന്ന് പകൽ പറയുകയാ. If you are praying in the spirit, നിങ്ങളിലൂടെ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. God is going to do something through you. Hallelujah. ഒരു കാര്യം കൂടെ ഞാനൊരു ദൂതായിട്ട് പറഞ്ഞോട്ടെ. And let me say one more thing as a word of prophecy. ഒരു നോർമൽ ലൈഫ് തരാത്ത, Things that would hold us back from a normal life. ആധിപത്യം ഇന്ന് തകരും. That power is going to be broken today. ശാഥാരാധര. Amen. Hallelujah. സഹോദര, Brothers, ഒരു വാക്യ സ്ക്രീനിൽ ഇട്ടോ.
Can you put one verse up? യെശയ്യാവ് 49:17 49:17 Isaiah 49 verse 17. യെശയ്യാവ് 49:17 വാക്യം. യെസ്. നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു. Your children hasten back. നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു. Your children hasten back. നിന്നെ നശിപ്പിച്ചു വരും, നിന്നെ ശൂന്യമാക്കി വരും, നിന്നെ വിട്ടുപോകും. And those who laid you waste depart from you. എല്ലാവരും ശബ്ദം ഉയർത്തി ഉറക്കെ പറഞ്ഞേ. Can we all say it together? ഹല്ലേലൂയ പറയാനല്ല പറഞ്ഞേ. Not hallelujah. എന്നെ നശിപ്പിച്ചവരും എന്നെ ശൂന്യമാക്കിയവരും. പറ. Those who destroyed me, those who laid me to waste. ഏത് രോഗമാകട്ടെ, be it sickness, ഏത് പ്രശ്നമാകട്ടെ, be it problems. നിന്റെ തലമുറ സ്വസ്ഥത അനുഭവിക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കും നിന്റെ കുടുംബത്തിനും എതിരെ നിൽക്കുന്ന ചില ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ടുപോകാൻ പോകുകയോ. The powers of darkness that are standing against you so that you and your children won't enjoy the peace of God are being rebuked by the Lord this morning. Hallelujah. In the name of Jesus. In the name of Jesus. Hallelujah. El Rabboni El Rabbanuru Hadanara Bashandare. Yes, ആത്മാവ് മൂവ് ചെയ്യാൻ പോകുകയോ. Let the Spirit of God move. Hallelujah. We glorify you, Lord. We നിങ്ങളെ കൊണ്ട് glorify you, Lord. രണ്ട് മൂന്ന് വാക്യങ്ങൾക്ക് ഞാൻ ആമേൻ പറയിപ്പിച്ചു നമ്മൾ ആരാധിക്കാൻ പോവാ. We are going to say amen to a couple of verses and we are going to enter into a time of worship. 32:18 Isaiah 32 verse 18. എന്റെ ജനം സ്വൈര നിവാസത്തിലും My people will live in peaceful dwelling, എന്റെ ജന സമാധാന നിവാസത്തിലും in secure homes, നിർഭയ വസതിയിലും in undisturbed places of rest. സ്വൈര്യമുള്ള വിശ്രാമങ്ങളിലും പാർക്കും. They will dwell in undisturbed places of rest. അപ്പുറത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറഞ്ഞ് a peaceful habitation, സ്വസ്ഥതയുള്ള ഒരു ആവാസ വ്യവസ്ഥ. പറ. Can you shake your neighbor's hand and say a peaceful habitation, സ്വസ്ഥതയുള്ള ഒരു ആവാസ വ്യവസ്ഥ. a peaceful dwelling, സ്വസ്ഥതയുള്ള ഒരു ആവാസ വ്യവസ്ഥ. a peaceful dwelling. നിന്റെ Hallelujah. അസ്വസ്ഥത മാറാൻ പോവുക. Your troubles are going to move. എപ്പോഴാ സംഭവിക്കുന്നത്? When will it happen? 32:1 32 verse 1. 32:1 32 verse ഒരു 1. രാജാവ് നീതിയോടെ വാഴൂ. A king will reign in righteousness. 32:15 32:15. 32:15 32:15. ഉയരത്തിൽ ആത്മാവിനെ പകരൂ. And the Spirit is being poured out from സ്വീകരിക്കാൻ high. എത്ര പേര് പകല് തയ്യാറാകൂ? How many of us can believe that? ചിലതിന്റെ മേലേക്ക് ദൈവം തന്നെ ആത്മാവിനെ പകരാൻ പോകുകയാ. God is going to put His Spirit from high upon certain people. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുകയാ. Let me tell you one more thing. എനിക്കറിയാം ഒത്തിരി വചനം പറഞ്ഞെന്ന്. I know I spoke a lot of പക്ഷെ words. പരിശുദ്ധാത്മാവിനെ സമ്മതിക്കാത്തോണ്ട് പറയുകയാ. And because the Spirit is stopping me, let me say നിങ്ങൾ this. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് When you reach your houses, അപ്പോസ്തല പ്രവൃത്തി 27-28 ശരിക്കും വായിക്കണം. read Acts chapter 27 and 28. 27 തുടങ്ങുമ്പോൾ 3 കപ്പൽ യാത്രയാ. Acts chapter 27 shows 3 ship journey. ഒന്നാമത്തെ യാത്ര ഇറ്റലിക്ക് റോമിലേക്ക് പോകാൻ കൽപ്പന ലഭിച്ചപ്പോൾ ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രൻ കപ്പലിലാ പോയത്. First journey is to Rome in Italy to a ship called Alexandra. പക്ഷേ ആ കപ്പൽ ആസ്യക്കര പറ്റി ഓടുന്ന കപ്പലായിരുന്നു. And it was a ship that traveled along the routes of Asia. നീ ചിലതിന്റെ ഷാഡോയ്ക്കകത്ത് ജീവിച്ച കാലം കഴിഞ്ഞു. There was a time that you were living in shadows, now it's gone. ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. Spirit is bringing you out. ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ The പോകുകയാ. Spirit of God is bringing you out. വെല്ലോറയൊക്കെ മറപറ്റി ജീവിച്ച കാലം കഴിഞ്ഞെന്ന്. The time where you spend in someone else's shadow is done. ഞാൻ പ്രസ്ഥാനത്തിന്റെ മറപറ്റി ജീവിച്ച ഒരു കാലമുണ്ട്. There was a time when I lived in the shadows of denomination. ഞാൻ സഭയുടെ മറപറ്റി ജീവിച്ച ഒരു കാലമുണ്ട്. There was a time when I dwelled in the shadows of the church. അന്നൊക്കെ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. And whenever I got an opportunity
opportunity, it belonged to them. പക്ഷെ കർത്താവനെ അതിനകത്തുനിന്ന് പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ ആ ഷാഡോയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോ, But when God brought me out of the shadow of the organization, beyond the limit ദൈവം എന്നെ ഉയർത്താനിടയായി തീർന്നു. God began to use me beyond limits. ഇന്ന് പകൽ നിന്റെ ലിമിറ്റ് ദൈവം പൊട്ടിക്കാൻ പോകുകയാ. God is going to break through the limits upon your life. Hallelujah. സിസ്റ്റർ ദൈവാത്മാവ് ശക്തമായിട്ട് നിങ്ങളോട് പറയുന്നു. God is speaking to you. ഇന്ന് പകൽ നിന്റെ ചില ലിമിറ്റുകളെ ദൈവം പൊട്ടിക്കാൻ പോകുകയാ. God is going to break through the limits of your നിന്റെ life. അധികാരം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. God has given you an authority. രാജാഭിഷേകം പ്രാപിച്ചവൻ ബലഹീനനാകാൻ ദൈവം സമ്മതിക്കത്തില്ല. Those who have been anointed for a kingly task, നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ അധികാരം പുറത്തു വരാൻ പോകുന്ന ദിവസങ്ങളായത്. you will see the power of anointing be manifested through you. ആ കപ്പല് തകർന്നപ്പോ When the ship got അടുത്ത wrecked, ഒരു കപ്പലെ കയറി. they got into another ship. അദ്രമുദ്ര കപ്പൽ, അലക്സാന്ദ്രിയൻ കപ്പൽ അല്ലേ? And another ship was being taken. പക്ഷേ അതിന്റെ പ്രശ്നം എന്നാന്നറിയോ? And they had a problem. ബഹുദിവസം പതുക്കെ ഓടി. It went for a long time at a slow speed. സ്ലോ ഡൗൺ ചെയ്തിരിക്കുക. It had slowed down. കോഴ്സ് സമയത്ത് പൂർത്തീകരിക്കപ്പെടത്തില്ല. And the course won't be completed in time. വിവാഹം സമയത്ത് നടക്കത്തില്ല. Marriages are not taking place in time. തലമുറ സമയത്തുണ്ടാകത്തില്ല. Children are not taking birth in time. സ്ലോ ഡൗൺ ചെയ്ത ചില പോരുകൾ, Certain battles that have slowed down the course of സഭയ്ക്കകത്ത് life. നടക്കേണ്ട മിനിസ്ട്രി സമയത്ത് നടക്കത്തില്ല. Certain ministry that need to take place in church is ഇന്ന് not taking പകല് place. ദൈവം ജലത്തിനെ തകർക്കാൻ പോകുകയാ. God is breaking through such limits this morning. Hallelujah. അടുത്ത ഒരു കപ്പലുണ്ട് കേട്ടോ. And there is another ship. അതിലേക്ക് അതിലേക്ക് കേറുന്നതിന് മുമ്പ് ഒരു കാര്യം നടക്കണം. One thing needs to happen before they get on there. കയ്യെ ചുറ്റി ചില അണലികൾ കത്തണം. There are certain vipers that has bounded them. It needs to fall off. ഈ എല്ലാരെയും സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ മാറുന്ന തീ അവർക്ക് മതി. And some people need only fire to change temperatures. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ മാറുന്ന ഒരു തീ മതി അവർക്ക്. And Pentecostals might need only temperature changing fire. അവർക്ക് അതുകൊണ്ട് അവരതിനകത്ത് തൃപ്തരാ. And they were content over there. പക്ഷെ ഒരുത്തം പറയുകയാ, But one says, ആണലി ദേശശക്തി കത്തണമെങ്കിൽ if the viper has to burn off, ഇച്ചിരൂടെ തീ കത്തണം. that the fire has to be ഇന്ന് kindled a പകൽ little stronger. ടെമ്പറേച്ചർ മാറുന്ന തീ മതിയോ നിനക്ക്, അതോ ദേശശക്തിയെ കത്തിക്കുന്ന തീ നിനക്ക് വേണോ? Do you need merely a fire to change temperature or to burn out the powers of the land? അപ്പോസ്തലപ്രവൃത്തി 28 അവസാനം എന്താ എഴുതിയിരിക്കുന്നറിയോ? You know what is written at the end of Acts 28? ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം When we got onto the ship, ഏറിയ സമ്മാനങ്ങൾ തന്ന് ഞങ്ങളെ മാനിച്ചു. they gave us great gifts and honored us. പെട്ടിയോട്ടയിലല്ല, Not on an auto rickshaw, കപ്പലേല് but on a ship. നിന്റെ മാന്യത വെളിപ്പെടാൻ പോവാ. God is going to reveal your honor. നിന്റെ മാന്യത വെളിപ്പെടുത്തുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ചലിക്കാൻ പോവാ. God is going to reveal an honor and anointing upon you. സഹോദര, ദൈവം അത് ചെയ്യും കേട്ടോ. Brother, ഈ God is going to do ദിവസങ്ങളിൽ it. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാ. God is going to do certain things in your life. മാന്യത വെളിപ്പെടുത്തുന്ന ഒരു അഭിഷേകം ദൈവം പകരാൻ പോവുകയാ. It's anointing that will increase എന്റെ honor. മെസ്സേജ് കഴിഞ്ഞു. My message is done. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. Can we pray together? എത്ര പേർക്ക് ഇന്ന് പകൽ ജീവിതത്തിൽ ഒരു പരിവർത്തനം വേണം? How many of us need a change in life? കർത്താവിന്റെ ദാസ ചില വിടുതലുകളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങേണ്ട സമയമായത്. Man of God said a ministry of great transformation is going to be done through you. ഇരുത്തി കളഞ്ഞ ജഡത്തോട് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. God is picking up certain people where the enemy made them sick. ഈ കെരീത്തിലെ കാക്കയും കർമ്മേലിലെ സാരാഫാത്തിലെ വിധവയൊക്കെ കഴിഞ്ഞു. കർമ്മേലിലെ തീ കത്താൻ പോകുന്ന സമയമായത്. The stories of ravens are done. The stories of the widow's Zarephath is done. Now the mountain where the fire will descend is waiting ahead. സ്വർഗ്ഗത്തിന്റെ തീ ഇന്ന് പകൽ കത്താൻ പോകുകയാ. The heavenly fire will be seen. എല്ലാ ബൈബിളും അടച്ചോ, എല്ലാ കണ്ണും അടച്ചോ. Can we all close our Bibles and close our eyes? ഇന്നത്തെ മെസ്സേജ് എന്നോടാ ദൈവം സംസാരിച്ചത്. Pastor, this message was for me. എനിക്കൊരു ദൈവിക സ്പർശനം വേണം. I need a touch of God in my life. എത്ര പേര് ഇന്ന് പകൽ കൊതിക്കുന്നുണ്ട്? How many of us are hungry for it? എനിക്കറിയാം എല്ലാരും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ചുമ്മാതൊരു എഴുന്നേപ്പല്ല. No, I know everyone will stand, but not similarly. എന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് കൊതിയുള്ളവരല്ല. God
should touch me and change me, if that is your desire, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. please stand in the presence of God. ശബാരാധാരാ. കരങ്ങളെല്ലാം ദൈവത്തിലൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. Can you lift your hands to the രണ്ട് Lord? കരങ്ങൾ ദൈവത്തിലൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. Can you raise your hands to the Lord? കർത്താവിനോട് ഒരു അല്പസമയം സംസാരിച്ചാട്ട്. Can you speak to the Lord? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊടുന്ന സമയമായത്. Today Holy Spirit is touching you. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. പുതിയതൊന്നും നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകുകയാ. Do not be worried about the past. Do not be imagining of the future, but something new is coming now. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. Children, pray to the Lord. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. Children,